എല്ലാവർക്കും നമസ്കാരം. ഹോർത്തൂസിൻ്റെ സെക്കൻഡ് എഡിഷനിൽ ഇതുപോലൊരു വേദി വേദിയിൽ ഇന്ന് നമ്മളോടൊപ്പം സംവദിക്കാനിരിക്കുന്നത് നമുക്കറിയാം നീലിയുടെ 2 ക്രിയേറ്റേഴ്സാണ്, ലോകയുടെ 2 ക്രിയേറ്റേഴ്സാണ്. ഏതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഹിറ്റാവുക എന്നുള്ളത് അയാളുടെ സ്വപ്നമാണ്. അതിനുവേണ്ടി വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഓരോ പ്രൊജക്റ്റും സക്സസ് ആവുന്നത്. ലോകയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ലോക റിലീസായതിനു ശേഷം നമ്മൾ കണ്ടൊരു കാഴ്ച അത് അസാധാരണമായിരുന്നു. ലോകമെങ്ങുമുള്ള മലയാളി പ്രേക്ഷകർ, കേരളത്തിന് വെളിയിലുള്ള സിനിമാ പ്രേക്ഷകർ എല്ലാം തന്നെ ആ സിനിമയെ നെഞ്ചോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് ഏറ്റെടുക്കുന്ന കാഴ്ച. ആഴ്ചകളോളം ഒരിടത്തും ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതി. എക്സ്ട്രാ ഷോകൾ ഒരുപാട് ഇട്ടിട്ടും തിയേറ്ററുകൾ നിറഞ്ഞു തന്നെ ഇരുന്നു. അത് അസാധാരണമാണ്. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ മലയാള സിനിമയിൽ ഇതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമ റിലീസായപ്പോൾ ജനങ്ങൾ തിയേറ്ററിലേക്ക് ഒഴുകിയത് നമ്മൾ കണ്ടു. അന്ന് അതിൻ്റെ സംവിധായകൻ തരുൺ മൂർത്തി പറഞ്ഞു, മോഹൻലാലിൻ്റെ സിനിമ നല്ലതാണെന്ന് കേട്ടറിഞ്ഞാൽ പിന്നെ എവിടെ നിന്നൊക്കെയാണ് ജനങ്ങൾ വരുന്നതെന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല എന്ന്. പക്ഷെ ലോകയുടെ കഥ വ്യത്യസ്തമാണ്. ലോകയെ ഷോൾഡർ ചെയ്യാൻ അത്തരമൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നില്ല. കല്യാണി പ്രിയദർശിനി എന്ന ഒരു പെൺകുട്ടിയാണ് ആ സിനിമയെ ഷോൾഡർ ചെയ്തത്. എന്നിട്ടും അത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ മുഴുവൻ കളക്ഷൻ റെക്കോർഡുകളെയും തകർത്തുകൊണ്ട് മുന്നേറി. ഒരു ഫീമെയിൽ ലീഡ് സിനിമ ലോകത്തെവിടെയെങ്കിലും ഇൻഡസ്ട്രി ഹിറ്റായതിൻ്റെ ഒരു ചരിത്രം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഇന്ത്യയിൽ ഒരിടത്തും അത് സംഭവിച്ചിട്ടില്ല. ഇന്ത്യയിൽ ബോളിവുഡിൽ ഉൾപ്പെടെ ഒരിടത്തും സംഭവിച്ചിട്ടില്ല. 100 കോടി പോലും കഷ്ടിയാണ്. ഇന്ന് ലോക 300 കോടി ആഗോള ഗ്രോസ് കടന്ന ആദ്യ മലയാള ചിത്രമായിട്ട് ഒരു ലാൻഡ് മാർക്ക് ഹിറ്റായിട്ട് മാറിക്കഴിഞ്ഞു. ഞാനിത് ഹിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല ലോകയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് കൊണ്ടുവന്നിട്ടുള്ള പുതിയ വിഷ്വൽ നരേറ്റീവ്, അതിൻ്റെ സ്ക്രിപ്റ്റിംഗ്, നമ്മുടെ മിത്തുകളെ, നമ്മുടെ ഐതിഹ്യങ്ങളെ ചേർത്ത് വയ്ക്കുന്ന, ഇമോഷണലായിട്ട് മനുഷ്യരെ കണക്ട് ചെയ്യുന്ന ഒരു ദൃശ്യവിരുന്നായിട്ട് ലോകം മാറി. അപ്പോൾ ഒരു ഐതിഹ്യത്തിൽ നിന്നും ഒരു കഥ പേർത്തെടുത്ത് അതിനെ ഇത്ര വലിയ വിജയമാക്കി തീർത്ത അതിൻ്റെ ക്രിയേറ്റേഴ്സ് 2 പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതിൻ്റെ റൈറ്റർ ഡയറക്ടർ ഡൊമിനിക് അരുൺ, അതിൻ്റെ അഡീഷണൽ റൈറ്ററും ഡ്രാമാറ്ററുമായിട്ടുള്ള ശാന്തി ബാലേന്ദ്രൻ. ഇരുവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തു. താങ്ക് യു. ഈ പ്രൊജക്റ്റിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഡൊമിനിക്കിനോട് തന്നെ ആദ്യ ചോദ്യം ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൊമിനിക്, ആദ്യം സിനിമയ്ക്ക് ശേഷം ഏതാണ്ട് 8 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമ വരുന്നത്, തരംഗം കഴിഞ്ഞിട്ട്. അപ്പം ഈ കാലയളവിൽ ആക്ച്വലി എന്തായിരുന്നു ഈ ലോകയുടെ ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഈ ടൈം നന്നായിട്ട് പ്രീ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമോ സിനിമയ്ക്ക്? എന്തായിരുന്നു പ്രീ പ്രൊഡക്ഷനിൽ ചെയ്തത് ലോകയ്ക്ക് വേണ്ടിയിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. ഇത്രയധികം ആൾക്കാരുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചല്ല. ഞാൻ അത്ര കംഫർട്ടബിളും അല്ല ഇങ്ങനെ സംസാരിക്കാൻ. പക്ഷെ വർഗീസ് പറഞ്ഞു ഭയങ്കര അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാഷ്വൽ എൻഗേജ്മെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറിയ സമാധാനത്തിലിരിക്കുന്നത്. അപ്പോൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഞാൻ തരംഗം ചെയ്ത് 2017 കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ സിനിമയുടെ വിജയം പരാജയം പല രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തുടങ്ങിയത് ഒരു തുടക്കം ഒരു ഒരു പരാജയം എന്ന് പറയാം. ഫിനാൻഷ്യലി ആ പടം സക്സസ്ഫുൾ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം എന്നെ കുറച്ച് എഫക്റ്റ് ചെയ്തിരുന്നു. ഇത് നമുക്ക് പറ്റിയ പണിയാണോ എന്നുള്ളൊരു ഒരു റീതിങ്കിങ് ഒക്കെ നടന്നിരുന്നൊരു ടൈമാണ്. പക്ഷെ ആസ് എ ക്രിയേറ്റർ, അല്ലെങ്കിൽ നമ്മൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്ത് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ എങ്ങനെ വന്നാലും ഇത് നമ്മളെ പുൾ ബാക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിപാടി. സിനിമ നമ്മളെ എങ്ങനെയും പുൾ ബാക്ക് ചെയ്യും. അപ്പോൾ ഞാൻ അടുത്തൊരു ഒരു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വിഷമത്തിൻ്റെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ആ പീരീഡ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ഞാൻ അടുത്തൊരു സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു.
പക്ഷെ അത് ലോക്ക് ആയിരുന്നില്ല. അതിന് മുന്നേ വേറൊരു പടമായിരുന്നു ചെയ്യാനിരുന്നത്. അപ്പൊ 2019 ചെയ്യാനിരുന്നൊരു ഞാനും മറ്റൊരു സ്റ്റാറിനെ വെച്ചൊരു ഒരു 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 സിനിമയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ആ സമയത്ത് കോവിഡ് വരികയും മറ്റേ ലോക്ക്ഡൗണും സംഭവങ്ങളൊക്കെ വന്നപ്പം ആ സിനിമ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അത് ഇത്തിരി വലിയൊരു സിനിമയായിരുന്നു. ആ ടൈമിൽ അത് ആ ആർട്ടിസ്റ്റിനെ വെച്ച് അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ കോവിഡ് വന്നപ്പോഴത്തേക്ക് ആർക്കും പണിയില്ലാത്തതുകൊണ്ട് എനിക്കും ചെറിയൊരു ആശ്വാസമായി. ആരും ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണെന്നുള്ളൊരു സിറ്റുവേഷനായി. പിന്നെ പയ്യെ ഞങ്ങൾ ലോക്ക്ഡൗൺ ടൈമിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു കഥയായി. അപ്പൊ എല്ലാവരും ആ ടൈമിൽ അതായിരുന്നല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ഞാനും ബിയും കൂടെയാണ്, ശാന്തിയും കൂടെയാണ്. ബി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്നായിരുന്നത്. അപ്പോൾ ഞാനും ബിയും കൂടെയാണ് ആ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതും ഏകദേശം പ്രൊഡക്ഷൻ സ്റ്റേജസിലേക്ക് എത്തി. പിന്നെ അത് പല കാരണങ്ങളാൽ അതും നടക്കാതെ പോയി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു തോട്ട് വന്നതും. അത് എനിക്ക് തോന്നുന്നത് ലേറ്റ് 2021-22 2020-ലാണ് ഇങ്ങനെ ഒരു തോട്ട് വന്നതും അത് പയ്യെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയതും. പിന്നെ ഇങ്ങനെ എനിക്കങ്ങനെ ഉടനെ തന്നെ അടുത്ത് അങ്ങനത്തെ ഒരു ഇതില്ല. നമുക്ക് പറയാൻ തോന്നുന്ന ഒരു കഥ പറയണം എന്നുള്ളൊരു അങ്ങനത്തെ ഇത്രയും കരിയറിൽ ഇത്രയും സിനിമകൾ ചെയ്യണമെന്നൊന്നും അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങൾ അങ്ങനത്തെ ഇല്ല. അപ്പൊ ഐ ജസ്റ്റ് വോണ്ട് ടു സേ സ്റ്റോറീസ് ഐ ജെനുവൻലി വോണ്ട് ടു സേ. അപ്പൊ അങ്ങനെ തോന്നിയ ഒരു കഥയായതുകൊണ്ട് ഇതിൽ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇനിഷ്യലി തുടങ്ങി ഇപ്പൊ ഇത് കാണുമ്പം സിനിമ കാണുമ്പോഴത്തേക്കും അറിയില്ലായിരിക്കും. പക്ഷെ ഏകദേശം 23 ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് ലോകയുടെ സ്ക്രീൻ പ്ലേ. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്രീൻ പ്ലേ. അത് ഫ്ലോഡ് ആണ് ഇപ്പോഴും. പക്ഷെ വി ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. എഴുത്തിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടി, അതേപോലെ പ്രപ്പിനും ഒരുപാട് സമയം കിട്ടി. കാരണം ഇത് പ്രൊജക്റ്റ് ആയതിനു ശേഷം, ആർട്ടിസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം നമുക്കൊരു വർഷം ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ ടെക്നിക്കൽ ടീം എല്ലാം ഓൾ സെറ്റ് ആയിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇതിന്റെ പ്രപ്പ് ഭയങ്കര കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെ റിസൾട്ടാണ് ഇപ്പം കാണുന്ന. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വിഷ്വലി കാണാൻ കിട്ടുന്ന ഒരു സ്കേപ്പും അതിന്റെ ഒരു ഡിസൈനും ഒക്കെ ഈ ടൈം കിട്ടിയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ 2-3 പ്രൊജക്റ്റിലായിട്ട് ഒരുമിച്ചുണ്ട് അല്ലെ? ശാന്തിയും ഡൊമിനിക്കും ഒരു മ്യൂസിക് ആൽബം ചെയ്തു. അതെ അതെ അതെ, ഞങ്ങൾ ഇതിനിടയിൽ ഒരു ഇതിനകത്ത് നിങ്ങളുടെ ഒരു ഇക്വേഷൻ എന്താണ്? നിങ്ങളുടെ ഈ കോവർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ ശാന്തി പറഞ്ഞു. എനിക്ക് വാട്ട് ഐ ഫെൽറ്റ് വാസ്, എനിക്ക് ഭയങ്കര ഈസാണ്, കംഫർട്ടബിൾ ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരേ എന്താ പറയുക, ഒരേ വേവ് ലെങ്ത് ആണ് എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. ബിക്ക് അത് പെട്ടെന്ന് കിട്ടും. അത് മാത്രമല്ല, വി ബോത്ത് ഹാവ് ദിസ് ഐ ഫോർ ഡീറ്റെയിൽ, ലൈക്ക് ശാന്തി സെറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഡീറ്റെയിലിങ്ങിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു ചെറിയ ഹൈ തരുന്നൊരു സാധനം. അപ്പോൾ ഇപ്പൊ ഞാൻ പെറുക്കുന്ന സാധനങ്ങളായിരിക്കില്ല ബി പെറുക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഡീറ്റെയിൽസ് വരുന്നത്. അത് ഞങ്ങൾ വർക്കിംഗ് ഇക്വേഷൻ അതുകൊണ്ട് ഭയങ്കര എന്റർടൈനിങ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കര എന്റർടൈനിങ് ആണ്. അപ്പൊ അതാണ് ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യാൻ പിന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ ലോകയുടെ റിപ്പീറ്റ് വാച്ചിന്റെ ഗൂഢാലോചന സത്യത്തിൽ ഇവരുടെ ഡീറ്റെയിലിംഗ് ആണെന്ന് എനിക്കൊരു ആരോപണമുണ്ട്. കാരണം മൂന്നാമത് കണ്ടാലും അതിനകത്ത് പിന്നെ എന്തൊക്കെയോ കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ശാന്തിയോട് പറയായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഈ സിനിമ വീണ്ടും കാണുമ്പോൾ അതിലെ ടീഷർട്ട്, ഓരോ ക്യാരക്ടർ അണിഞ്ഞിട്ടുള്ള ടീഷർട്ടും ഓരോ പ്രോപ്പർട്ടിയും വീണ്ടും വീണ്ടും നമ്മൾ കാണുമ്പോൾ എന്തൊക്കെയോ മീനിങ് ഫുൾ ആയിട്ട് വീണ്ടും വീണ്ടും കാണുകയാണ്. ആ ഡീറ്റെയിലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ശാന്തിയോടാണ് അടുത്ത ചോദ്യം. ഈ തെക്കൻ തിരുവിതാംകൂറിലെ ഒരു മിത്താണ് നീലി. അവിടെ പുരുഷന്മാരെ വേട്ടയാടി പിടിച്ചുകൊണ്ടുപോയി ചോര കുടിക്കുന്ന ഒരു യക്ഷി എന്ന് പറഞ്ഞ സങ്കല്പം. നാഞ്ചിനാട് എന്നൊക്കെ പറയുന്ന പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി, നാഗർകോവിൽ ഏരിയയിലുള്ള ഒരു ഒരു കഥയാണിത്. ആ കഥയിലെ നായികയെ, നെഗറ്റീവ് ക്യാരക്ടറായിട്ടുള്ള ആ നായികയെ ഒരു സൂപ്പർ ഹീറോ ഇമോജിലേക്ക്, രക്ഷകയായിട്ട്, അത് വെറും രക്ഷകയല്ല, നമ്മൾ ആ സിനിമയിലെ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് ബിൽഡ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന ഒരു സീനിലൂടെയൊക്കെയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് സങ്കല്പിച്ചെടുക്കുക. ഈ നീലിയും ചാത്തനുമൊക്കെ നമ്മൾ തൊട്ടടുത്തുണ്ട് എന്ന് സങ്കല്പിച്ചെടുക്കുക. നല്ല ഭംഗിയുള്ള ഒരു പ്ലോട്ടിലേക്കാണ് നിങ്ങൾ എത്തിച്ചത്. ഇത് ആക്ച്വലി ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇതിന്റെ ഒറിജിനൽ തോട്ട് ഡൊമിനിക്കിന്റെയാണ്. അതായത് 3 ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീ വരുന്നു. അവർക്കൊരു സൂപ്പർ ഹീറോ സൈഡ് ഉണ്ടെന്നുള്ളത്. അപ്പം ആ തോട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അറ്റ് വൺ പോയിന്റ് ഡൊമിനിക് ക്രാക്ക് ദി ഐഡിയ ഓഫ് ഇത് നമ്മളുടെ മിത്തിലുള്ള നീലി എന്നുള്ള ക്യാരക്ടർ ആണെങ്കിലോ എന്നുള്ളത്. അപ്പോൾ വെൻ ഹി പ്രസന്റഡ് ദിസ് ഐഡിയ ടു അസ്, അത് നമുക്കൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം നമ്മളെല്ലാം
സിനിമയിലും ബുക്സിലും ടി വിയിലും ഒക്കെ കണ്ട് പരിചയമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒത്തിരി കൾച്ചറലി റെസണന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് യക്ഷി. ആം, യക്ഷിയുടെ കഥകൾ തന്നെ പല തരത്തിലുള്ള കഥകളുണ്ട്. പിന്നെ ഇപ്പോൾ ഐതിഹ്യമാലയിലുള്ള യക്ഷിയല്ല, ഫോക്ലോറിൽ ഓറൽ ട്രഡീഷൻസിലുള്ള യക്ഷി, സീരിയലിലുള്ള യക്ഷിയല്ല, സിനിമയിലുള്ള യക്ഷി. ഇപ്പോൾ ലൈക്ക് യു സൈഡ്, ഒരു പോപ്പുലർ കൾച്ചറൽ ഇമാജിനേഷനിൽ യക്ഷി എന്ന് പറയുന്ന ഒരു സിഡക്ട്രസ്, ഒരു ഡേഞ്ചറസ് ഫിഗർ, വൺ ഹു പ്രേസ് ഓൺ മെൻ, അതാണ് ടിപ്പിക്കലായിട്ട് നമ്മളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ. അപ്പോൾ ആ ക്യാരക്ടറിന് ഒരു സൂപ്പർ ഹീറോ പരിവേഷം കൊടുക്കുക എന്നുള്ളത് ഇറ്റ് വാസ് ഡൊമിനിക്സ് ഐഡിയ. അപ്പോൾ അതിലുള്ള പോസിബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, ടീമിലുള്ള എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പം ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ റീഇമാജിൻ ചെയ്യുമ്പോൾ അത് ഹൗ ഡു വി മേക്ക് ഇറ്റ് അവർ ഓൺ എന്നുള്ള കുറേ തോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നീലിയുടെ ബാക്ക് സ്റ്റോറിയെ റീഇമാജിൻ ചെയ്യുന്നതും ഒരു അതായത് ഒരു ബിട്രയലിലൂടെ കടന്നുപോയി ഒരു ആൻറ്റി മെയിൽ ഫിഗർ എന്നുള്ള ഒരു ബോക്സിൽ മാത്രം ഒതുക്കാതെ ടു ഗിവ് ഹർ എ പെർസോണ ഓഫ് എ പേഴ്സൺ ഹൂ പ്രൊട്ടക്ട്സ് ദ വൾണറബിൾ, അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഐഡിയ വന്നത്. സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പവർ ആൻഡ് ഏജൻസി ഉള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ആ ഒരു എലിമെന്റും കൂടെ ആ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയിൽ ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നീലിയുടെ ഒറിജിൻ റീവർക്ക് ചെയ്യുന്നതും പിന്നെ കത്തനാരുമായിട്ടുള്ള ഈക്വേഷൻ റീവർക്ക് ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ ഒരു ആ ഒരു ഫോക്കസ് വെച്ചിട്ടാണ്. അപ്പോൾ ബേസിക്കലി മിത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്റ്റാറ്റിക് എൻറ്റിറ്റി. അത് ഓരോ കാലത്തും ഓരോരുത്തരും റീഇൻറ്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഇപ്പോൾ ലോക ഭയങ്കര പോപ്പുലർ ആയപ്പോൾ there is a tendency to maybe I mean there is a fear of maybe canonizing this version, പക്ഷെ that is never the intention. ഇറ്റ്സ് എന്താ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് മിത്ത് എന്ന് പറയുന്നത്, മിത്തിലുള്ള ക്യാരക്ടേഴ്സും. അപ്പോൾ ഐ എം എക്സൈറ്റഡ് ടു സീ ഹൗ അതർ പീപ്പിൾ ഓൾസോ ഇന്റർപ്രിറ്റ് ദിസ് ക്യാരക്ടർ. കാരണം നമ്മളുടെ സിനിമയിൽ തന്നെ യക്ഷി എന്നുള്ളൊരു ക്യാരക്ടറിനെ പല മേക്കേഴ്സും പല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഇപ്പോൾ എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലുള്ള യക്ഷിയല്ല, അകത്തിലുള്ള യക്ഷി, ആ രണ്ട് പടങ്ങളിലുള്ള യക്ഷിയല്ല, നമ്മളുടെ പടത്തിലുള്ള യക്ഷി. അപ്പോൾ so it's like this character has potential to be reinterpreted and reimagined in many ways. അപ്പോൾ അതിൽ ഒരു വേർഷൻ ഞങ്ങൾ പ്രസന്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ യക്ഷിയെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം, സാഹിത്യത്തിൽ കലയിലൊക്കെ ഇത്തരത്തിലുള്ള പൊളിച്ചെഴുത്തുകൾ റീറൈറ്റിങ്സ് എല്ലാം ഉണ്ട്, മുൻപേ ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ഉദാഹരണം എടുത്താൽ, ചതിയനായ ചന്തുവിനെ നായകനാക്കിയ സുന്ദരനും കോമളനും മിതഭാഷിയുമായിട്ടുള്ള ഒരു നായകനാക്കി മാറ്റിയ MTയുടെ ബ്രില്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലൊരു ബ്രില്യൻസ് ആണ് നിങ്ങൾ ആക്ച്വലി ചെയ്തത്. ഇത്ര വലിയ കമ്പാരിസൺ ഒന്നും വേണം. അല്ല, പിന്നെ ബി പറഞ്ഞതിനോട് ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ഈ ഫോക്ലോർ അല്ലെങ്കിൽ ഐതിഹ്യ കഥകളൊക്കെ വന്നത് കൂടുതൽ ഒരു പാട്രിയാർക്കൽ സെറ്റപ്പിൽ നിന്ന് ഒറിജിൻ ചെയ്ത കഥകളാണ്. അപ്പം ഈ യക്ഷി എന്ന് പറയുന്നതിനെ സിംബലൈസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവർ പറയാൻ ഈ കൺട്രോൾ ചെയ്യുന്നതെല്ലാം, അല്ലെങ്കിൽ യക്ഷിയെ തളയ്ക്കാൻ വരുന്നതെല്ലാം ഒരു മെയിൽ ഫിഗറാണ് ഓൾവേസ്. അപ്പോൾ ഈ പുറത്തിറങ്ങി രാത്രി നടക്കുക, അല്ലെങ്കിൽ വിഡോ ആയിട്ടുള്ള സ്ത്രീകൾക്കുള്ള, ഇവരെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു മിത്തിക്കൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത പോലെയാണ്. അപ്പം നമ്മുടെ ഇനീഷ്യൽ തോട്ടിൽ തന്നെ അത് ഒന്ന് ബ്രേക്ക് ചെയ്യാം എന്നുള്ളത്, വാട്ട് ഇഫ് ഇതൊരു പ്രൊട്ടക്ടറാണ്, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് എന്നുള്ളതും, ഈ കത്തനാർ എന്ന് പറയുന്ന ആൾ തളയ്ക്കുന്നത് എന്തിനാണ്, ദേ കുഡ് ബി ഫ്രണ്ട്സ്, അങ്ങനെ ഒരു പരിപാടിയിലേക്ക് മാറിയതൊക്കെ അപ്പോഴാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പണ്ട് ഒരു ഇത് തരുന്ന സാധനം, ഒരു ഹൈ തരുന്ന സാധനം എന്ന് വെച്ചാൽ, ഇത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഹിസ്റ്ററി ട്വീക്ക് ചെയ്തിട്ടുള്ള സിനിമകളാണ്, ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമകൾ വരാറുണ്ട്, ടാരന്റീനോയുടെ സിനിമകൾ വരാറുണ്ട്. അതേപോലെ നമ്മുടെ ഫോക്ലോറിനെ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്ത് നമ്മുടെ ഒരു പുതിയ വേർഷൻ ഡെവലപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതിലാണ് ബേസിക്കലി ഇത് മൊത്തം വന്നത്. അതിന് എക്സാമ്പിൾ ആണ് MT, പക്ഷെ കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പാരിസൺ ഇല്ല, പക്ഷെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നിങ്ങളുടെ ആലോചന, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ പതിറ്റാണ്ടുകളായിട്ട് വെള്ള സാരിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന യക്ഷി എന്ന് പറഞ്ഞ സങ്കല്പനത്തിന് ഇവർ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. മോഡേൺ ഡ്രസ്സിട്ട യക്ഷി എന്തൊരു മനോഹരമാണ്. യക്ഷിയുടെ എന്നാൽ ബേസിക് സാധനമുണ്ട്, ചോര കുടിക്കുന്നു എന്ന് പറയുന്നത്, അത് മാറ്റിയിട്ടുമില്ല, അതവിടെ ഉണ്ട്. അത് ബ്ലഡ് ബാങ്കിൽ നിന്നോ മറ്റോ സംഘടിപ്പിക്കുകയാണ്. അപ്പം ക്യൂട്ടായിട്ടുള്ള യക്ഷി. നമുക്കിനി യക്ഷി എന്ന് പറയുമ്പോൾ ഇനി കല്യാണി പ്രിയദർശൻ്റെ സുന്ദരമായ മുഖം അല്ലാതെ എന്തെങ്കിലും ഓർക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ വളരെ നന്നായി എന്ന് തന്നെയാണ് പറയണത്. ഞാൻ ഡൊമിനിക്കിലേക്ക് വരികയാണ്. ഇതൊരു ഫ്രാഞ്ചൈസി സിനിമയാണ്, ഒരു വലിയ ലോകം,
ഒരു യൂണിവേഴ്സിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്, ഒരു പ്രവേശകമാണ് ഈ ചിത്രം. ഇത് സക്സസ് ആയാലേ ബാക്കിയുള്ള പടങ്ങളുള്ളൂ. അല്ലെങ്കിൽ ഈ ഉണ്ടാക്കി വെച്ച വലിയ കഥയൊന്നും വലിയ കാര്യമില്ല. അപ്പം നിങ്ങളുടെ ആ സമയത്ത് ഇത്ര വലിയൊരു കഥ ഉണ്ടാക്കുന്ന പ്രോസസ്സ്, ആദ്യം ഒരു കഥയായിട്ടായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുക. അത് വലുതായി വലിയ കഥയായിട്ടുണ്ടാകാം. എന്നിട്ട് ആദ്യ സിനിമയിലേക്ക് എത്തുവാണ്. അവിടെ ഒരു ഫീമെയിൽ ലീഡാണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാത്തനെ നായകനാക്കി ആദ്യ പടം ചെയ്യാറുണ്ട്. ടോവിനോയെ പോലെ മാർക്കറ്റുള്ള ഒരു നടനുണ്ടായിരുന്നു. മൂത്തോൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കല്യാണി എടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി സിനിമയുടെ ഈ വിശാലമായ ക്യാൻവാസ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചും, അതിൽ കല്യാണിയുടെ കഥ തന്നെ ആദ്യം, അല്ലെങ്കിൽ ഈ ചന്ദ്രയുടെ കഥ തന്നെ ആദ്യം എടുക്കുന്നതിൻ്റെ ആ പ്രോസസ്സ് ഒന്ന് പറഞ്ഞാൽ രസമുണ്ടാവും. അത് ഇത് ഒരു ഫ്രാഞ്ചൈസ് സിനിമ എന്നുള്ള രീതിയിലല്ല ഇതിന്റെ തുടക്കം ഉണ്ടായിരുന്നത്. ഇതൊരു ഒരു ഒരു സത്യം പറഞ്ഞൊരു വാമ്പയർ പടം ഇവിടെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയയിലാണ് ഇത് ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടായിരുന്നത്. അത് പിന്നെ വാമ്പയർ എന്ന് പറയുന്നത് വെസ്റ്റേൺ കൾച്ചറിലുള്ള പരിപാടിയും നമ്മുടെ കൾച്ചറിലുള്ള യക്ഷിയും തമ്മിലുള്ള സിമിലാരിറ്റീസ് എടുത്തു വെച്ചിട്ടാണ് ഓക്കെ നമുക്കിതൊരു യക്ഷിപ്പടം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ഇത് തുടങ്ങി വന്ന് ഈ ബാക്ക് സ്റ്റോറി എഴുതുന്ന സമയത്താണ് ഈ ക്യാരക്ടറിന് ഒരു പേര് കൊടുക്കണം, എന്ത് പേര് കൊടുക്കും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടറിനെ തന്നെ യൂസ് ചെയ്തൂടെ. ഇവിടെ തൊട്ടാണ് ഇത് ഒരു ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇനിഷ്യൽ ഐഡിയ ഡെവലപ്പ് ആവുന്നത്. അതുവരെ ഒരു സ്റ്റാൻഡ് അലോൺ പടമാണത്. അപ്പോൾ അപ്പോഴും നമ്മൾ കള്ളിയങ്കാട്ട് നീലിയുടെ കഥ ആണ് ഇനി നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഈ സ്ക്രിപ്റ്റിൻ്റെ വീണ്ടും ഇതിൻ്റെ വർക്ക് റീറൈറ്റും പരിപാടികളും തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഒരു വേൾഡ് പയ്യെ ഓപ്പൺ അപ്പ് ആവുന്നത് ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തു. അതായത് ഇതിപ്പം യക്ഷി വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ബാക്കി ആൾക്കാരെയും കൂടെ കൊണ്ടുവന്നൂടെ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പം സിനിമ കാണുമ്പം കത്തനാരും നീലയും തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്ന നിന്നെ കൂടാതെ വേറെയും കുറച്ച് പേരുണ്ട് എന്നുള്ള ഡയലോഗ് മാത്രമേ ഉള്ളൂ ആ വേർഷനിൽ. ഇത് എന്നിട്ട് സ്ക്രിപ്റ്റ് ആയതിനു ശേഷം നമ്മൾ 2-3 പ്രൊഡക്ഷന് പോയപ്പോഴത്തേക്കാണ് അവരാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഞാൻ പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഇതൊരു ഫ്രാഞ്ചൈസ് ആക്കാമെന്നുള്ള പോസിബിലിറ്റി ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഈ ഫ്രാഞ്ചൈസിൽ വരാൻ പോകുന്ന ഒരു ക്യാരക്ടറിനെയും കൂടെ നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് നമ്മുടെ വെയ്ഫെയർ അല്ല, ആ പ്രൊഡക്ഷൻ അല്ല, വേറൊരു പ്രൊഡക്ഷൻ എടുത്ത് പോയപ്പോഴാണ്. പക്ഷെ എനിക്ക് അദ്ദേഹം പറഞ്ഞ ഐഡിയ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അത് ഞാൻ എന്നിട്ട് നിമിഷം ബിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്യാരക്ടറിനെ കൂടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് ചാത്തനെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് പയ്യെ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫ്ലേവർ മാറാൻ തുടങ്ങി സിനിമയുടെ. ഇതിനുശേഷം ആണ് DQൻ്റെ അടുത്ത് നമ്മൾ കഥ പറയുന്നത്, വെയ്ഫറിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്നത്. അപ്പം DQൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കാണ് DQ പറഞ്ഞത് ഇത് പുള്ളിക്ക് ഫസ്റ്റ് ലെസണിൽ തന്നെ സംഭവം ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ പോസിബിലിറ്റി മനസ്സിലായി. അപ്പോഴും നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ചെറുതായിട്ട് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ വലിയൊരു ഇതായിട്ട് തുടങ്ങാതെ ഇത് ഒരു ഹമ്പിൾ, ഒരു ചെറിയൊരു വിൻഡോ ടു എന്താണ് വലിയൊരു ലോകത്തേക്കുള്ള ചെറിയൊരു വിൻഡോ മാത്രമായിരിക്കണം ഈ സിനിമ. അല്ലാതെ നമ്മൾ ഭയങ്കര ഓവർ അംബിഷ്യസ് ആയിട്ട് നമുക്കിത് പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പം DQനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. പുള്ളി പറഞ്ഞു നമുക്ക് ചന്ദ്രയുടെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ മതി, പക്ഷെ നിങ്ങൾ ഈ ഫുൾ ബാക്ക് സ്റ്റോറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആദ്യത്തെ പടം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കളഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ ഞങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളൊരു 1 ഇയറോളം എടുത്തു ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി. ഇതുവരെ ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത്, അതാണ് ആദ്യത്തെ ഒരു കുറച്ച് ടൈറ്റിൽ ആനിമേഷനിൽ നിങ്ങൾക്കൊരു ഗ്ലിംസ് കിട്ടുന്ന സാധനങ്ങൾ. അതാണ് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് ഫുൾ ഡെവലപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു എനർജി വന്നു. ഓക്കെ, ദിസ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബി എ ബിഗ് ഫ്രാഞ്ചൈസ്. അത് അങ്ങനെ ഇരിക്കട്ടെ, പടം രക്ഷപ്പെട്ടാൽ നമുക്ക് ബാക്കി പിടിക്കാം. പിന്നെ ഈ ബാക്കി ആർട്ടിസ്റ്റൊക്കെ വരുന്നതൊക്കെ ഇപ്പൊ ടോബി വന്ന് ചെയ്തതൊക്കെ നമ്മളോടുള്ള ഒരു സൗഹൃദത്തിന്റെ പിന്നെ ഈ ഐഡിയയോടുള്ളൊരു ഒരു ഇഷ്ടം കൊണ്ടാണ് ടോവിയൊക്കെ വന്നത്. അല്ലെങ്കിൽ ഇത് ടോവിക്ക് അങ്ങനെ വന്ന് ചെയ്യേണ്ട കാര്യം ഇല്ല. അതേപോലെ DQയും ലാസ്റ്റ് വന്ന്, അതായത് നമ്മളെല്ലാം ലെറ്റ്സ് ഗിവ് എവറിത്തിങ് ടു ദി ഓഡിയൻസ്. അതായത് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നുള്ള ഗ്ലിംസ് കൊടുക്കാം എന്ന് പറഞ്ഞു തന്നെയാണ്. അപ്പം ചോദിച്ചു വന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ സിനിമ സക്സസ്ഫുൾ ആയിരുന്നില്ലെങ്കിലും ഞങ്ങൾ സെക്കൻഡ് പാർട്ട് ചെയ്തേനെ. കാരണം DQ ആ കാര്യത്തിൽ DQ ഭയങ്കര ഷുവറായിരുന്നു. കാരണം ഞങ്ങൾക്ക് DQൻ്റെ ബോത്ത് പ്രൊഡക്ഷൻ ഫെയിൽ, അത് വെയ്ഫെയറിൻ്റെ ഭയങ്കര ഒരു ക്രെഡിറ്റ് ആണ്. അത് ദേ വെർ ഹാപ്പി വിത്ത് ദ ഫിലിം. അതായത് ഫസ്റ്റ് കട്ട് കണ്ടതിന് ശേഷം തന്നെ DQ ഭയങ്കര ഹാപ്പി ആയിരുന്നു സിനിമയിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ഇതിപ്പോൾ അതെന്ത് ആയിക്കോട്ടെ നമ്മൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഭയങ്കര ബാക്കിംഗ് ഉള്ള പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ
ഇത് ഇത്ര വലിയൊരു സക്സസ് നമ്മൾ ആരും പ്രതീക്ഷിച്ചതുമല്ല. ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസുമാണ് നമുക്ക് കിട്ടിയത്. ഇൻ കേസ് ഇത് ഇത്രയും വന്നില്ലായിരുന്നെങ്കിൽ കൂടെ പോലും നമ്മൾ സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്തേനെ തന്നെയാണ്. അത് ഗംഭീരമായൊരു മറുപടിയാണ്. അത് സാധാരണ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടാത്ത ഒരു ഒരു നിലപാടാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള എനിക്ക്. എൻ്റെ ഒരു ചോദ്യം കട്ടായി പോയി. ഭാവിയിൽ ചോദിക്കാൻ വെച്ചിരുന്ന കുറച്ച് കഴിഞ്ഞിട്ട് DQ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ ലോകയുടെ ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനി ഞാൻ ചോദിക്കുന്നില്ല. ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. എനിവേ ഞാൻ അങ്ങോട്ട് ശാന്തിയിലേക്ക് വരികയാണ്. ശാന്തി അഡീഷണൽ റൈറ്റർ ആണ് സിനിമയുടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഡ്രാമാറ്റർ ആണെന്ന് പറയുമ്പോൾ അത്ര വ്യക്തമായിട്ടില്ല. എന്താണ് നാടകത്തിലൊക്കെ ഉണ്ടെന്നുള്ളൂ ആ പേര്. എന്താണ് ആക്ച്വലി എന്താണ് സ്കോപ്പ് ഓഫ് വർക്ക്? ഡ്രാമറ്റോജി എന്ന് പറഞ്ഞാൽ ലൈക്ക് യു സെഡ് നാടകത്തിൽ നിന്ന് ഡെവലപ്പ് ആയ ഒരു ഫീൽഡാണ്. സോ ഫിൽമിലും ഡ്രാമറ്റോഗ്സ് വർക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ കാര്യമായിട്ട് അങ്ങനത്തെ ഒരു ഡെസിഗ്നേഷൻ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ ഇവരൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ ഡ്രാമറ്റോഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രാഞ്ചൈസ് ബിൽഡ് ചെയ്യുമ്പോൾ ഡയറക്ടറിൻ്റെ വിഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനോടും കൺസിസ്റ്റൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഡയറക്ടറിൻ്റെ വിഷൻ ട്രാൻസ്ലേറ്റ് ആവുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ആയിട്ട് എന്താ ലിയേസ് ചെയ്യുന്ന ഒരാളാണ് ഡ്രാമറ്റോഗ്. അപ്പോൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ ലൈക്ക് ഹി വാസ് സെയിങ് നമ്മൾക്ക് ഈ പടം മാത്രമല്ലല്ലോ, അപ്പോൾ ഇനിയും സീക്വൽസ് വരാനുണ്ട്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ അപ്പം തീരുമാനിച്ചാൽ പോരാ. അപ്പം വി ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ് ഫ്രം ബിഫോർ. അപ്പോൾ അതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റോളാണ് ഡ്രാമറ്റോഗിന്. അപ്പോൾ സ്ക്രിപ്റ്റിൽ മാത്രമല്ല പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെയും ഭാഗമാവുന്ന ആളാണ് ഡ്രാമറ്റോഗ്. സോ ബേസിക്കലി ഒരു ഡയറക്ടർ എക്സ്പെക്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് കൊടുക്കുക എന്നാണ് ഡ്രാമറ്റോഗ് ചെയ്യുന്നത്. ഓരോ പ്രോജക്റ്റിലും ഓരോ ഡ്രാമറ്റോഗ് ഓരോ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. അതിനൊരു ഒരു സ്റ്റാൻഡേർഡ് ഒരു കൺസിസ്റ്റൻറ്റ് ഡെഫിനിഷൻ അതിനില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യുവർ ഡയറക്ടർ വാണ്ട്സ് ഫ്രം യു. അപ്പോൾ ഫോർ മീ പേഴ്സണലി ഇറ്റ് വാസ് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. കാരണം ഞങ്ങളുടെ ടീം അത്രയ്ക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ക്രൂ ആയിരുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തവരെല്ലാവരും അവരുടെ ഫീൽഡിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. So for me, to interact with them, to bounce ideas off them, that was very exciting. ഒരു ഭയങ്കര എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ റൈറ്റിംഗ് മുതൽ റിലീസ് വരെ ഉള്ള ഒരു 360-degree വ്യൂ കിട്ടി എനിക്ക്. സോ ഇറ്റ് വാസ് എ ഹ്യൂജ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. ആൻഡ് ഭയങ്കര ഒരു കൊളാബറേറ്റീവ് എൻവയൺമെൻ്റ് ആയിരുന്നു ഫുൾ ടീമിലുള്ളത്. എല്ലാവർക്കും ദെർ വാസ് സ്പേസ് ടു പുട്ട് ന്യൂ ഐഡിയാസ് ടുഗെദർ. എല്ലാവരും ഭയങ്കര റിസെപ്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു എലമെന്റ് ആഡ് ഇറ്റ് മൈറ്റ് കണക്ട് ലേറ്റർ ടു സംതിങ് എൽസ് എന്നൊക്കെ പറയുമ്പോൾ എവറി വൺ ഗോട്ട് എക്സൈറ്റഡ്. ആൻഡ് അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്ത് പതുക്കെ ഒരു കൊഹെസീവ് ആയിട്ടുള്ള ഒരു നാരറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഡ്രാമറ്റോഗ്. എനിക്ക് തോന്നുന്നത് ഈ ജോലി ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഇനി മലയാള സിനിമയ്ക്ക് ആവശ്യം വരുന്നതാണ്. അത്രത്തോളം ഡീറ്റെയിലിംഗ് ഈ ലോകയിൽ ശാന്തിയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ കുഴിച്ചെടുക്കണമായിരിക്കും. ഞാൻ വീണ്ടും ഡൊമിനിക്കിലേക്ക് വരികയാണ്. ഇതിൻ്റെ കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. നമുക്ക് മിഥുനം സിനിമയിൽ ഉർവശിയെ അല്ലാതെ മറ്റൊരാളെ ആലോചിക്കാൻ കഴിയില്ല. കിലുക്കത്തിൽ രേവതിയെ അല്ലാതെ മറ്റൊരാളെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. മണിച്ചിത്രത്താഴിൽ ശോഭനയെ അല്ലാതെ മറ്റൊരാളെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ അത്രത്തോളം ആ കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്നു. ലോക കണ്ടു കഴിഞ്ഞാൽ ഇനി മറ്റൊരു യക്ഷി സങ്കല്പം കല്യാണി അല്ലാതെ നമുക്ക് പറ്റുമോ എന്ന് അത്രത്തോളം പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നുള്ളതാണ്. ഒരു അർബൻ സ്വഭാവം കൂടിയുണ്ട് എന്നുള്ളത് ഉണ്ട്. അപ്പോൾ തന്നെ വളരെ ആഴത്തിലുള്ള പെർഫോമൻസ്. കല്യാണി നൂറ്റാണ്ടുകളായി ക്യാരക്ടർ ചന്ദ്ര നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ക്യാരക്ടറാണ്. ആ നൂറ്റാണ്ടുകളുടെ മുഴുവൻ ആലോചനയും ജീവിതവും അവരിലുണ്ടാക്കിയ ഒരു തോട്ട് പ്രോസസ് അത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളതുപോലെ തോന്നുന്ന അഭിനയം. സത്യത്തിൽ എനിക്ക് ഡൊമിനിക്കിനോട് ചോദിക്കാനുള്ളത്, ഈ ചന്ദ്രയെ എങ്ങനെയാണ് കൺസീവ് ചെയ്തത്? ചന്ദ്ര എന്ന കഥാപാത്രത്തെ ഈ മട്ടിൽ സ്ക്രീനിലേക്ക് എത്തിക്കാൻ എന്ത് എഫേർട്ടാണ് താങ്കൾ എടുത്തത്? അത് ഇപ്പോൾ
ആദ്യത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ചന്ദ്രയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇനീഷ്യൽ ചാലഞ്ച്. അപ്പം ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് വെച്ചിട്ട് ചന്ദ്ര എന്ന ക്യാരക്ടറിന്റെ ഏജ് കുറച്ചും കൂടെ കൂടുതലായിരുന്നു നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തത്. അപ്പം മൊത്തത്തിൽ ഡിഫറെന്റ് കാസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ റീറൈറ്റ്സ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇതിനെ വിഷ്വലി എനിക്ക് കാണുമ്പോൾ ഇത്ര പ്രായം തോന്നിക്കണ്ട, ലെറ്റർ ബി എ ലിറ്റിൽ മോർ യങ്. അങ്ങനെ വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു കല്യാണി. കാരണം ഇത് എങ്ങനെ വന്നാലും ഇതൊരു ബിലീവബിൾ ആയിട്ട് ഇത് പുൾ ഓഫ് ചെയ്യണം. കാരണം ഇതിന് ഒരുപാട് ആക്ഷൻ സീക്വൻസുകളുണ്ട്. അത് കാണുമ്പോൾ ഇത് പുള്ളിക്കാരത്തി തന്നെ വിത്തൗട്ട് ഡ്യൂപ്പ് പുള്ളിക്കാരത്തിക്ക് തന്നെ പുൾ ഓഫ് ചെയ്യാൻ അതിൻ്റെ ഒരു സ്വാഗും അത് ചെയ്യുമ്പോൾ ഒരു ഫിനിഷും ഒരു ഫിനിഷും ഒക്കെ വേണമെന്നൊക്കെ ഉള്ള ഒരു കാര്യം നിർബന്ധമായിരുന്നു. ബിക്കോസ് ആഫ്റ്റർ ഓൾ സൂപ്പർ ഹീറോ പടമാണ്. അപ്പോൾ അത് എന്തായാലും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആയിരിക്കണം. ഈ പെർഫോമൻസ് സൈഡ് എൻ്റെ ഒരു കോൺഫിഡൻസും ആയിരുന്നു. അത് ആര് വന്നാലും നമുക്ക്, കാരണം ഈ ക്യാരക്ടറിന് ഉള്ളിലാണ് കൂടുതൽ ഇതുള്ളത്, പുറത്തേക്ക് മുഴുവൻ കാണിക്കുന്നില്ല. പുറത്തേക്ക് ഷീസ് നോട്ട് വെരി എക്സ്പ്രസീവ്. മൊത്തത്തിലുള്ള ഇത്രയും വർഷം ജീവിച്ചതിൻ്റെ ഒരു ബ്ലണ്ട്നെസ്സും ഒരു ബ്ലാൻഡ്നെസ്സും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. പെർഫോമൻസ് വൈസ് അല്ല എൻ്റെ ടെൻഷൻ അതല്ലായിരുന്നു. എനിക്ക് ആക്ഷൻ പ്രോപ്പറായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ വേണമെന്നുള്ളതായിരുന്നു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം. അപ്പോഴാണ് ഈ ആന്റണി എന്ന് പറയുന്ന സിനിമയിൽ കല്യാണിയുടെ ആക്ഷൻ കുറച്ചുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം ആണ് നമുക്ക് തോന്നിയത് ഈ പുള്ളിക്കാരത്തി. അപ്പോൾ ആന്റണി കണ്ടതിന് ശേഷമാണ് നമ്മൾ കല്യാണി വുഡ് ബി എ ഗുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഡി ക്യുനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. കല്യാണിയിലേക്ക് നമുക്ക് പോവാം. കല്യാണിയിലേക്ക് ഡി ക്യു തന്നെയാണ് കല്യാണിയെ വിളിച്ചതും ഞാൻ പോയി നറേറ്റ് ചെയ്തതും. അപ്പോൾ എനിക്ക് നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് ഇത് പുള്ളിക്കാരത്തിയുടെ കയ്യിൽ ഇത് ഓക്കെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഈ ക്യാരക്ടറിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ് നമ്മൾ ഹൗ ഡു യു ഷോ ചന്ദ്ര എന്നുള്ളത്. ഈവൻ നമ്മൾ സ്ക്രിപ്റ്റിങ്ങിൽ തന്നെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ടായിട്ട് കൂടി ഈ മുടിയിലെ റെഡ് സ്ട്രീക്സ് ആഡ് ചെയ്തത്, അങ്ങനെ കുറേ എക്സ്ട്രാ അഡീഷൻസ് ഈ ബാക്കിയുള്ള ടെക്നിക്കൽ ക്രൂ വന്നതിന് ശേഷം വന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈവൻ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ തന്നെ ഷീ ഹാസ് എ കളർ, റെഡും ബ്ലാക്സും ആണ് മോസ്റ്റ്ലി ചന്ദ്ര ഇടുന്നതെന്നുള്ളത് ഇനീഷ്യൽ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജസ് തന്നെ തൊട്ടുണ്ട്. പക്ഷെ വിഷ്വലിയും കൂടെ ഇത് അപ്പീലിംഗ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സും കൂടെ എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട് ചന്ദ്ര ക്രിയേറ്റ് ചെയ്തതിൽ. അപ്പോ ഞാൻ ചോദ്യം മറന്നുപോയി. കല്യാണിയെ കാസ്റ്റ് ചെയ്യാനുണ്ട്. അല്ല, കല്യാണി ഞാൻ രൂപപ്പെടുത്തിയ അതെ ചന്ദ്രയായി. പിന്നെ ആഫ്റ്റർ ഇപ്പൊ ഞങ്ങള് 1-2 റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു കല്യാണിയുടെ കൂടെ. അപ്പം കല്യാണിക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ കല്യാണിക്ക് മലയാളം അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷെ നമുക്ക് അധികം ഡയലോഗുകളില്ല. അപ്പൊ കല്യാണി നമ്മൾ മാക്സിമം കല്യാണിയുടെ സ്ട്രെങ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഫൈറ്റ് ട്രെയിനിങ് കൊടുത്തു. ജോഫിലാണ് ട്രെയിൻ ചെയ്തു. ജോഫിൽ എന്ന് പറഞ്ഞ ഒരു ബോക്സർ ട്രെയിനറാണ് കല്യാണിക്ക് ട്രെയിനിങ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഗംഭീരമായിട്ടുള്ള പരിശീലനമായിരുന്നു കല്യാണി പിന്നീട് പറയുകയും ചെയ്തു. അതിനുശേഷം യാനിക് ആക്ഷൻ കൊറിയോഗ്രാഫർ വന്നതിന് ശേഷം യാനിക്കുമായിട്ടും റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു. അപ്പൊ ആക്ഷൻ വൈസ് പെർഫെക്റ്റ് ആയിരുന്നു. ഒന്ന് കാരണം മോസ്റ്റ്ലി എല്ലാ സ്റ്റൺസും കല്യാണി തന്നെ ചെയ്ത. ഡ്യൂപ്പ് ഒറ്റ ഷോട്ടിൽ മാത്രമേ ഡ്യൂപ്പുള്ളൂ. അത് ശരിയാവില്ല ആ ഷോട്ട്. അപ്പം പിന്നെ ഈ റീഡിങ് സെഷനും ആദ്യത്തെ ഒരു ദിവസത്തെ ഷൂട്ടൊക്കെ ഞങ്ങൾ ഭയങ്കര സിമ്പിൾ സാധനങ്ങളായിരുന്നു. കല്യാണിയെ പയ്യെ ട്രാക്കിലേക്ക് കയറ്റാനുള്ള ഒരു ഇത്. വി ഓൾറെഡി ഹാഡ് സെറ്റ് എ മൂഡ് ഫോർ ചന്ദ്രാസ് ക്യാരക്ടർ. അതായത് പാട്ട്, ഈ കേൾക്കുന്ന പാട്ടുണ്ടല്ലോ ചെവിയിൽ, അത് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്, ആ പാട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമേ കല്യാണം എടുത്ത് പറഞ്ഞത് ഈ ചന്ദ്രയുടെ നടത്തത്തിൻ്റെ ഒരു വേഗതയുണ്ട് അതിനനുസരിച്ചുള്ള പാട്ടുകൾ റെഫറൻസ് ഞാൻ നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കല്യാണിയുടെ മൂഡ്. ഡീറ്റെയിലിംഗ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇത്തരം ഡീറ്റെയിലിങ്സ് ആണ്. അതായത് നമ്മള് ചന്ദ്ര നടന്നു പോകുന്ന ഷോട്ടുകളിലൊന്നും നമ്മൾ പാട്ട് കേൾക്കുന്നില്ല, പക്ഷെ ചന്ദ്ര പാട്ട് കേൾക്കുന്നുണ്ട്. ആ പാട്ടിന്റെ ഇമോഷൻ മുഖത്ത് വരാൻ വേണ്ടി സംവിധായകനും ഒരുപക്ഷെ ഡ്രാമാറ്ററും ചേർന്ന് ആ പാട്ട് സെലക്ട് ചെയ്തായിരിക്കും ഞാൻ എല്ലാം എനിക്ക് തോന്നുന്നു. അത് ചില ഫിലിം മേക്കേഴ്സ് ചെയ്യാറുണ്ട്. ക്യാരക്ടറിനെ ഒരു മൂഡിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യുന്ന ഒരു സാധനം. അപ്പം ഞങ്ങൾ സാൻഡി ഇനീഷ്യലി വന്ന സമയത്തും നമ്മൾ ഒരു ചെറിയ മ്യൂസിക് റെഫറൻസ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും അപ്പം മൊത്തം സെറ്റിന് മനസ്സിലാവും ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വൈബ് അല്ലെങ്കിൽ മൂഡ് എന്നുള്ളൊരു സാധനം. അപ്പം അങ്ങനെ നമ്മൾ ചെറിയ പരിപാടി കാസ്റ്റിംഗ് കല്യാണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഐ തിങ്ക് കല്യാണിയുടെ പേര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് വാസ് റിയലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യക്ഷി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ദസ് എ ഫിഗർ, എല്ലാവരുടെയും മനസ്സിൽ യക്ഷിയുടെ രൂപം എങ്ങനെയായിരിക്കുന്നുണ്ട്. ബേസിക്കലി യക്ഷി എന്ന് പറയുന്ന ഒരു
ക്യാരക്ടേഴ്സ് ബോത്ത് ഫ്രജൈൽ ആൻഡ് പവർഫുൾ. അപ്പോൾ ആ രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു ആക്ടർ ആയിരിക്കണം. അപ്പോൾ കല്യാണിക്ക് അത് രണ്ടും ഉണ്ട്. ഷീസ് വെൻ ഷീ ലുക്സ് വൾണറബിൾ ഷീസ് ഗ്രേസ്ഫുൾ, വെൻ ഷീ ലുക്സ് പവർഫുൾ ഓൾസോ ഷീസ് ഗ്രേസ്ഫുൾ. അപ്പോൾ അത് ആ ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂംസും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വി വർ ലൈക്ക് ലുക്ക് ടെസ്റ്റ് ചെയ്ത ദിവസം വി വർ ജസ്റ്റ് ലൈക്ക് വി ഗോട്ട് ദ റൈറ്റ് പേഴ്സൺ എന്നുള്ളത് ശരിക്കും ഭയങ്കര ക്ലിയർ ആയിരുന്നു. പിന്നെ ലൈക്ക് യുനോ ഇതിപ്പോ കണ്ടംപററി ഒരു സ്പേസിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്റ്റൈലിങ്ങും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം മെൽവിയും അർച്ചന റാവു ഒക്കെ ചേർന്നിട്ടാണ് കോസ്റ്റ്യൂംസ് ചെയ്തത്. അപ്പം ഒരു ലെജൻഡറി ക്യാരക്ടറിനെ ഒരു മോഡേണൈസ് ചെയ്യുമ്പോൾ ഉള്ള ഇൻപുട്ട് ഇവരുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിമിഷ് ആൻഡ് ഡൊമിനിക് ഓൾസോ ഹാഡ് ഈ കളർ പാലറ്റ് ആൻഡ് ലുക്കിന്റെ ഗോത്തിക് ലുക്കാണ് വേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി. അപ്പോൾ ഇതെല്ലാം കൊണ്ടും യുനോ ലൈക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കൂടെ കല്യാണിയെ ഭയങ്കര കൺവിൻസിംഗ്ലി ഒരു മോഡേൺ യക്ഷിയാക്കി മാറ്റി. ആൻഡ് ഷീ ഓൾസോ പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട്, വെദർ ഇറ്റ് വാസ് ഇൻ ടേംസ് ഓഫ് കമ്മിങ് ഫോർ റീഡിങ്സ് ഓർ ഇപ്പോൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു 9 മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ പീരീഡിൽ ഷീ റിയലി മേഡ് ഷുവർ ദാറ്റ് ഷീ വാസ് ട്രെയിനിങ് ഹാർഡ്. കാരണം നമുക്ക് 94 ഡേയ്സിലായിരുന്നു ഷൂട്ട് തീർക്കേണ്ടത്. ആൻഡ് യുനോ ലൈക്ക് വി ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് എന്താ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ആക്ഷൻ സീക്വൻസസ് ഒക്കെ നമ്മൾ ഡിലേ ആയ ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട്. അപ്പോൾ എല്ലാവരും ഐ തിങ്ക് എവറി ഡിപ്പാർട്ട്മെന്റ് മേക്ക് ഷുവർ ദാറ്റ് വെൻ വി വെന്റ് ഓൺ സെറ്റ് വി വർ പ്രിപ്പയർഡ് ഫോർ വാട്ട് നീഡഡ് ടു ബി ഡൺ. അപ്പോൾ അതുപോലെയായിരുന്നു എല്ലാ ആക്ടേഴ്സും. അപ്പോൾ കാസ്റ്റിംഗ് ഇപ്പോൾ നസ്ലിനെ ആണെങ്കിലും ഇപ്പോൾ ആ ക്യാരക്ടേഴ്സ് ആ ബോയ്സിലൂടെ ആണല്ലോ ഓഡിയൻസ് ആ ലോകത്തിലേക്ക് കയറുന്നത്. അപ്പോൾ അവരെയും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഐ തിങ്ക് സംഹൗ വി റിയലി ലക്ഡ് ഔട്ട് വിത്ത് ദ പീപ്പിൾ ഹൂ became our final cast. ഇങ്ങനെ കുറേ പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്ത കാസ്റ്റ് ഐ തിങ്ക് ജസ്റ്റ് വർക്ക്ഡ് ഔട്ട് ബ്യൂട്ടിഫുള്ളി ഫോർ അസ് ആൻഡ് ദേ വർ ഓൾ വെരി ഇൻവെസ്റ്റഡ് ഇൻ ദ പ്രോജക്റ്റ്. അപ്പം ആ ഒരു ഡെഡിക്കേഷൻ എല്ലാവരും ഇട്ടതിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു. ആൻഡ് ഐ ഓൾവേസ് ബിക്കോസ് ഐ വർക്ക് വിത്ത് ഹിം ആസ് എൻ ആക്ടർ ഓൾസോ. ഡൊമിനിക് ഭയങ്കര എന്താ പറഞ്ഞാൽ ആക്ടേഴ്സിന് നല്ലതായിട്ടുള്ള ഒരു ഡയറക്ടർ, അപ്പോൾ ഒരു ആക്ടേഴ്സിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഡയറക്ടർ. അപ്പോൾ ഒരു ആക്ടറിന് ഒരു ബാഡ് ഷോട്ട് സിനിമയിൽ വരാൻ ഡൊമിനിക് സമ്മതിക്കില്ല. ലൈക്ക് ഹി വിൽ ട്രൈ ടു എക്സ്ട്രാക്ട് ദ പെർഫോമൻസ് ഹി ഈസ് ലുക്കിംഗ് ഫോർ ഓൺ സെറ്റ്. അത് കിട്ടിയില്ലെങ്കിൽ ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ് ദി ആക്ടർ പെർഫോംസ് ഇറ്റ് a few more times until he gets that. അത് പക്ഷേ ആക്ടേഴ്സിന് മടുപ്പുണ്ടാക്കിയിട്ടുമല്ല. ഹി ഡസൻ സ്ട്രെസ് ദി ആക്ടേഴ്സ് ഔട്ട്. അപ്പോൾ ഇപ്പോൾ ആക്ടർ ഇച്ചിരി ടയർഡായി എന്ന് തോന്നുവാണെങ്കിൽ ഹീൽ കം ബാക്ക് ടു ഇറ്റ് ലേറ്റർ. അപ്പോൾ ദർ വാസ് എ ലെവൽ ഓഫ് ട്രസ്റ്റ് ഐ തിങ്ക് കല്യാണി ഹാഡ്, നസ്ലിൻ ഹാഡ്. കാരണം എസ്പെഷ്യലി ചന്ദ്രയുടെ ക്യാരക്ടറിന് ഒത്തിരി ഇമോട്ടീവ് അല്ലാത്തൊരു ക്യാരക്ടറിന് ആം ഐ ഡൂയിങ് ഇനഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നാച്ചുറലി ആക്ടേഴ്സിനുണ്ടാവും. ബട്ട് ഷീ റിയലി സബ്മിറ്റഡ് ടു ദ പ്രോസസ് ദാറ്റ് ഡൊമിനിക് ഹാഡ്. ആൻഡ് ആ ഒരു ട്രസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയർ സെറ്റിൽ ഉള്ളത് കാരണവും ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എൻവയൺമെൻറ്റ് ആയതിൻ്റെയും ഗുണം എനിക്ക് തോന്നുന്നു ആ പെർഫോമൻസസിലും അതിൻ്റെ ആ ഹ്യൂമറിലും അതിൻ്റെ ആ സീരിയസ് എലമെൻസിലും ഒക്കെ കാണാനുണ്ട്. സോ ലൈക്ക് യു നോ ഐ തിങ്ക് ഹീസ് എ വെരി എക്സാക്റ്റിംഗ് ഡയറക്ടർ ബട്ട് ഓൾസോ റിയലി ഗുഡ് ആൻഡ് എന്താ ഫോർ ദി ആക്ടേഴ്സ് ബിക്കോസ് ഈസ് വെരി സപ്പോർട്ടീവ്. അപ്പോൾ എനിക്ക് ആ പ്രോസസ്സ് കാണാൻ പുറത്തുനിന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എല്ലാവരെയും ആ ഒരു മീറ്ററിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ്. നമുക്ക് നസ്ലൻ്റെയും ഇവരുടെ ചന്തുവിൻ്റെയൊക്കെ കോംബോ ചോദിക്കണമായിരുന്നു. സമയത്തിൻ്റെ പ്രശ്നമുണ്ട്, സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്, റണ്ണൗട്ട് ആവുകയാണ് നമ്മൾ. അപ്പം എനിക്ക് തോന്നുന്നു ടെക്നീഷ്യന്മാരിലേക്ക് വരാൻ തോന്നുന്നു. നല്ല ടെക്നീഷ്യന്മാരില്ലെങ്കിൽ നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു തിയറി ഉണ്ട്. എത്ര നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായാലും നല്ല ടെക്നീഷ്യന്മാർ വേണം. നല്ല ടെക്നീഷ്യന്മാർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫേമസ് ആയവരോ ഒരുപാട് പരിചയസമ്പന്നരോ ഒന്നുമല്ല. പ്രതിഭാധനരായിട്ടുള്ള സിനിമയെ സ്വന്തം പ്രൊജക്റ്റ് പോലെ ഏറ്റെടുക്കുന്ന ഒരു ഗ്രൂപ്പ്, അത് ചെറുപ്പക്കാരായാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഭാഗ്യവശാൽ ലോകയ്ക്ക് അത് ലഭിച്ചു എന്നാണ് ഒരു ഇൻഡസ്ട്രി ഇൻസൈഡർ എന്നുള്ള മട്ടിൽ എൻ്റെ തോന്നൽ. ഞങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഈ ബ്ലെൻഡ് കറക്റ്റായി വന്നു. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ആളുകൾ. അതിലൊന്നാമത് പറയേണ്ടത് നിമിഷ് രവിയാണ്. നിമിഷ് രവിയുടെ ലൈറ്റിങ് എൻ്റെ ഒരു തോന്നലിൽ അതിലൊരു ക്യാരക്ടറാണ്. ആ സ്ട്രീറ്റിലെ ബ്രൈറ്റ് ആയിട്ടുള്ള നിയോൺ ലൈറ്റ്സ് അത് ഒഴിവാക്കിക്കൊണ്ട് ലോകയെ നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം പവർഫുള്ളായിട്ട്, അത്രത്തോളം വിഷ്വലി ചാർജിങ് ആയിട്ട് നമ്മളുടെ കണ്ണിലേക്ക് വരുന്ന തരത്തിൽ നിമിഷ അതിനെ സെറ്റ് ചെയ്തിട്ട് മനോഹരമായ ഫ്രെയിമുകൾ, മനോഹരമായ മൂവ്മെൻറ്റ്സ്. ഈ നിമിഷമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു സംവിധായകൻ, സിനിമാറ്റോഗ്രാഫർ, അതെങ്ങനെയാണത്? നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിനു മുമ്പേ ഒരു മ്യൂസിക് വീഡിയോയിൽ കൊളാബറേറ്റ് ചെയ്തായിരുന്നു. ശാന്തി എഴുതിയതായിരുന്നു അത്. ഞാൻ ഡയറക്റ്റ് ചെയ്തു, നിമിഷാണ് അത് ക്യാമറ ചെയ്തത്.
അപ്പോൾ അതും ഒരു ഇത്തിരി ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ഇത്തിരി എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു മ്യൂസിക് വീഡിയോ ആയിരുന്നു. അപ്പം അത് ഇപ്പം നമ്മളൊരു ഐഡിയ ഒരാളോട് ഡിസ്കസ് ചെയ്യുമ്പം അയാൾക്ക് അത് എക്സൈറ്റിംഗ് ആയി തോന്നുന്നതും അയാൾ തിരിച്ച് നമുക്ക് റെസ്പോൺസ് തരുമ്പോൾ ഓക്കെ ഇയാൾ നമുക്ക് പറ്റിയ ആളാണെന്ന് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഇനിഷ്യലി തന്നെ കിട്ടും. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയ ഒരാളാണ് നിമിഷ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വിഷ്വൽ ആൾക്കാരാണ്, ഭയങ്കര വിഷ്വലി നറേറ്റീവ് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള രണ്ടാൾക്കാരാണ്. അതേപോലെ എനിക്ക് തോന്നുന്നു എൻ്റെയും എസ്തെറ്റിക്സും നിമിഷിൻ്റെ എസ്തെറ്റിക്സും ഒക്കെ ഒരു ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴേ നിമിഷിന് ഓൾറെഡി അറിയാം ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ വന്ന് കാണുമ്പോഴത്തേക്ക് ഓക്കെ ഇതാണ് കറക്റ്റ്. ബിക്കോസ് അങ്ങനത്തെ ഒരു ബോണ്ടിങ് ഞങ്ങൾ തമ്മിൽ ആ മ്യൂസിക് വീഡിയോ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് തോന്നി ഇതിലും എനിക്ക് സിങ്ക് ആയിട്ടുള്ള വേറൊരു DOP അന്വേഷിച്ച് ഞാൻ ഇനി പോകേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അന്ന് ആ മ്യൂസിക് വീഡിയോയുടെ വർക്ക് കഴിഞ്ഞപ്പോൾ തോന്നി. പിന്നീട് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ഐഡിയ വന്നപ്പോൾ തന്നെ ഞാൻ നിമിഷിനെ വിളിച്ച് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നിമിഷം ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിനോട് ചേർന്ന് തന്നെ അയാളുടെ വർക്കുകളും പയ്യെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം അത്രയും പ്രെപ്പ് ടൈം നിമിഷിനും കിട്ടും. എനിക്ക് തോന്നുന്നു നിമിഷം ഏറ്റവും കൂടുതൽ പ്രെപ്പ് ചെയ്ത പടം ലോകയായിരിക്കും. അപ്പം ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഇൻ കോൺവെർസേഷൻ ആണ് ഓൾ ദ ടൈം. അപ്പോൾ ഇതാ പറഞ്ഞത് എസ്തെറ്റിക് സിമിലർ ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ സെറ്റായി പോകും എന്ന് തോന്നുന്നു. നിമിഷം ഞങ്ങൾക്ക് ഭയങ്കര ഈ പ്രൊജക്റ്റ് ഓൺ ആവാനും ഭയങ്കര ഒരു റീസൺ നിമിഷമാണ്. കാരണം ഞാൻ ഞങ്ങൾ ഒരുമിച്ചാണ് പിച്ചിങ് തുടങ്ങിയത്. വേറെ വലിയ പ്രൊഡക്ഷൻ ഹൗസിലൊക്കെയാണ് ഇനീഷ്യലി തുടങ്ങിയതെങ്കിലും ഈ കിങ് ഓഫ് കൊത്തയുടെ സമയത്താണ് നിമിഷ് ദുൽഖറിനോട് ഇതിനെപ്പറ്റി പറയുന്നത്. ദുൽഖർ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്ന് പറഞ്ഞ് നിമിഷ് ത്രൂ ആണ് നമ്മൾ ആക്ച്വലി വേഫെയറിൽ എത്തുന്നതും ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ലൈക്ക് ബ്രദർ ടു മീ. അപ്പോൾ അങ്ങനത്തെ ഒരു ബോണ്ടിങ് ആണ് ഇപ്പം ഞങ്ങൾ തമ്മിൽ. ടെക്നിക്കലി വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഇൻ ദ കൺട്രി. നോട്ട് ജസ്റ്റ് നമ്മുടെ ഇതിൽ മാത്രമല്ല, ഭയങ്കര പാഷനേറ്റ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര പാഷനേറ്റ് ആണ്. ഒന്നും വെറുതെ കിട്ടില്ല എന്നുള്ള അറിയാം. അപ്പം അതിന് അത്രത്തോളം എഫേർട്ട് എടുക്കുന്ന ഒരു DOP ആണ്. നിമിഷിൻ്റെ ടീമും അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ടീമുമാണ്. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മാജിക് നടക്കുമല്ലോ ചില സിനിമകൾക്ക്. അപ്പം എല്ലാം കറക്റ്റായിട്ട് വന്ന് പ്ലേസ് ആയ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് ലോക. കാരണം ഈ നിമിഷ് വരിക, ഞാനും നേരത്തെ തുടങ്ങിയതാണ്, അത് കഴിഞ്ഞിട്ടാണ് നിമിഷ് വരുന്നത്. നിമിഷ് വന്നതിന് ശേഷമാണ് ബംഗ്ലാൻ എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ വരുന്നത്. അപ്പോൾ അതും നമുക്ക് ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര സിങ്ക് ആയിട്ടുള്ളൊരു ആർട്ട് ഡയറക്ടർ, പ്രൊഡക്ഷൻ ഡിസൈനറാണ് ബംഗ്ലാൻ്റെ ആർട്ട് ഡയറക്ടറുണ്ട് ജിത്തു സെബാസ്റ്റ്യൻ. ഇവരെല്ലാവരും കൂടെ വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ അതായത് ലൈക്ക് മൈൻഡ്സ് ആണ് മൊത്തം വന്നത്. സിനിമ ഒരിക്കലും ഒരാളുടെ തലയിൽ ഒരാളുടെ എഫേർട്ട് അല്ല. സിനിമ ഇസ് ഓൾവേസ് എ കൊളാബറേറ്റീവ് എഫേർട്ട്. ഒരു ഡയറക്ടർ ഉണ്ടായാൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വൻ ക്രൂ തന്നെ അതിന് വേണം. ആൻഡ് ദേ ഹാവ് ടു, അവർക്കും ഇത് അവരുടെ സിനിമയാണെന്നുള്ളൊരു ഫീലിംഗ് വരണം. അത് അങ്ങനെ സംഭവിച്ചൊരു സംഭവമാണ് ലോക എന്നാണ് എൻ്റെ. സിനിമ ഒരു സംഘഗാനമാണ്. അതെ അതെ അതെ. ഒന്ന് രണ്ട് ടെക്നീഷ്യന്മാരെ കൂടി പറയാതെ പോകുന്നത് നീതികേടാണ്. അതിൽ ചമൻ ചാങ്കോ വളരെ യങ്ങാണ്, പയ്യനാണ്. ചമൻ എഡിറ്റ് ചെയ്ത പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചാമിങ് ചമൻ എന്നൊക്കെ അവനെ വിളിക്കാൻ തോന്നും. അത്ര ക്യൂട്ട്, ഭയങ്കര ഒഴുക്കാണ്. ചമനെ കുറിച്ച് ഒരു രണ്ടു അതെ. ഇതേപോലെ തന്നെ നിമിഷനെ കിട്ടിയ പോലെ തന്നെയാണ് ചമനെ കിട്ടിയത്. അപ്പം ചമൻ സെറ്റിലൊന്നും വന്നിട്ട് പോലും ഇല്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, ചമൻ ഇടയ്ക്കൊന്ന് സെറ്റിലേക്ക് പോകുക, എന്തെങ്കിലും എക്സ്ട്രാ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ. കാരണം ഫ്രം എൻ എഡിറ്റ് പെർസ്പെക്റ്റീവും കൂടെ നമുക്ക് തോന്നാമല്ലോ, ഇനി 2 ഷോട്ട് നിനക്ക് ഇതിൽ എടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയ അത് കുഴപ്പമില്ല നിങ്ങൾ എടുത്തോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എഡിറ്റ് ടേബിളിൽ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു പേസും ഒക്കെ മാറി ഞാൻ എഡിറ്റിൽ ചെല്ലുമ്പോൾ. അതായത് ചമൻ്റെ വേർഷൻ ഓഫ് ലോകയുടെ പേസ് കുറച്ചും കൂടെ കൂടുതലായി. അപ്പം അതെനിക്ക് ഭയങ്കര അതായത് ഓക്കെ ഹീസ് മേക്കിംഗ് ദ ഫിലിം ബെറ്റർ എന്നുള്ളൊരു ഫീല് വന്നു. പിന്നെ ഈ ഇൻ്റർകട്ട് വരുന്നുണ്ടല്ലോ ഇൻ്റർവെൽ പോർഷനിൽ, അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിമിഷയുടെ അടുത്ത് പറഞ്ഞു, ഏടാ ഇത് നമുക്ക് ഇൻ്റർകട്ട് ചെയ്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്ന് പറയും. പക്ഷെ ചമനുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ചമൻ ഒരു ദിവസം എന്നെ എഡിറ്റിൻ്റെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാനിത് ഇൻ്റർകട്ട് ചെയ്യാൻ പോകണേ, കുഴപ്പമില്ല. അപ്പോൾ ഓക്കെയാണ് ചെയ്തോ. അപ്പം അവിടെയും ഞാൻ പറഞ്ഞ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ ഒരു സിങ്ക് ഉണ്ടായിരുന്നു ചമനുമായിട്ട്. പിന്നെ ഈ ജോൺസൺ മാഷിൻ്റെ ഒരു ലീനേജ് വരുന്ന ആളായതുകൊണ്ട് ചമൻ്റെ മ്യൂസിക് സെൻസും ഭയങ്കര പൊളിയാണ്. അത് എനിക്ക് തോന്നുന്നില്ല പുറത്ത് അങ്ങനെ ആർക്കും അറിയാമില്ല. ജേക്സ് ബിജോയി ആണ് മ്യൂസിക്. ജേക്സും ചമനും തമ്മിൽ എന്തോ ഗൂഢാലോചനയുണ്ടെന്ന് നമുക്ക് തോന്നും ആ ഇന്റർവെല്ലിന് തൊട്ടുമുമ്പുള്ള സീക്വൻസ് കാണുമ്പോൾ. അതായത് ചന്ദ്രയുടെ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ട്രഡീഷണൽ ആയിട്ട് പഴയ കാലത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്.
ചന്ദ്രയുടെ പുതിയ കാലത്ത് ചന്ദ്രയെ വേട്ടയാടപ്പെടുന്നതിൻ്റെ സീക്വൻസ് ഒരു സൈഡിൽ പോവുകയാണ്. അപ്പം നമ്മൾ കേൾക്കുന്നത് ഞാൻ ജെയ്ക്സിലേക്ക് വരികയാണ്. ഈ ട്രൈബൽ മ്യൂസിക്കിൻ്റെ പഴയ എത്തനിക്കൽ മ്യൂസിക്കിൻ്റെ പിന്നെ ഈ മോഡേൺ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ മോഡേൺ സ്ട്രിങ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഫ്യൂഷൻ വെച്ചിട്ടാണ് അതിങ്ങനെ ബിൽഡ് ചെയ്ത് കയറി എനിക്ക് തോന്നുന്നത് ലോക എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും ഹൈ മൊമെന്റ് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പാണെന്ന് എനിക്ക് ക്ലൈമാക്സിനേക്കാളും മുകളിൽ അല്ലേ ഈ ജെയ്ക്സിന്റെ മ്യൂസിക്കിനെ കുറിച്ച് കൂടി ഒന്ന് അത് ഇതുപോലെ ഒരു ജെയ്ക്സ് ആയിരുന്നില്ല ഇനിഷ്യൽ മ്യൂസിക് ഡയറക്ടർ പടത്തിന്റെ, വേറൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. പിന്നെ അത് മാറി ജെയ്ക്സിലേക്ക് എത്തിയതാണ്. ഇപ്പൊ ജെയ്ക്സും ഇതാണ്, ജെയ്ക്സ് ആദ്യം ഫസ്റ്റ് റഫ് കട്ട് കണ്ടതിന് ശേഷം ജെയ്ക്സിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് വേറെന്തോ പരിപാടിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കുഴപ്പമാണെന്നാണോ കുഴപ്പമില്ലെന്നാണോ, ഇല്ല കുഴപ്പം ഓക്കെയാണ്, ഞാൻ വേറെ പരിപാടി പിടിക്കാം. പുള്ളിയും ഇത് പുള്ളിയുടെ ഓണായി കണ്ടു തുടങ്ങി, പുള്ളിയുടെ തന്നെ എന്താ പറയാ പുള്ളിയുടെ സിനിമ എന്നുള്ളൊരു ഓണർഷിപ്പ് എടുത്തു തുടങ്ങി ജെയ്ക്സ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോർഷനിൽ വരുന്നൊരു ഒരു ട്രാക്കാണ് ജെയ്ക്സ് ആദ്യം ക്രാക്ക് ചെയ്യുന്നത്. ഈ കുട്ടിനീലിയുടെ ഒരു ഇമോഷണൽ കണക്ട് ആണ് ജെയ്ക്സ് ആദ്യം. അപ്പൊ ആദ്യമൊന്നും ജെയ്ക്സിൻ്റെ അടുത്ത് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത എന്താ ജെയ്ക്സ് എന്താ അപ്പൊ പുള്ളി ഇതൊന്ന് കിട്ടാൻ വേണ്ടി, നീലിയുടെ തീം ഒന്ന് കിട്ടാൻ വേണ്ടി, ഈ തീം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അത് സിനിമയെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാൻ ജെയ്ക്സിന്റെ സ്കോറിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് അങ്ങനെ അധികം കറക്ഷൻസോ കാര്യങ്ങളോ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. ജെയ്ക്സിന് ഓണർഷിപ്പ് എടുത്തു പടത്തിന്റെ, പിന്നെ അങ്ങ് ഒരൊറ്റ പോക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയുന്നത് അത് ഈ സിനിമയുടെ ഈ ലോകയ്ക്ക് കിട്ടിയ ഒരു ലക്കാണ്. എല്ലാവരും കൂടെ ഒരു കറക്റ്റായിട്ട് വന്ന് വീണ ഒരു സംഭവമാണ്. ശാന്തി, ഒരു ടോട്ടൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്ന പടമാണിത്. മുട്ടിന് കയ്യടി. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എറണാകുളത്ത് പത്മ തിയേറ്ററിൽ ഇരുന്ന് ഈ പടം കാണുമ്പോൾ ഗൂസ് ബംസ് അതിങ്ങനെ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും അത് ഉള്ളിൽ കിട്ടിയത്. കയ്യടിയൊക്കെ എല്ലാവരും ആഘോഷിച്ചാണ് കയ്യടിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ തിയേറ്ററിൽ സിനിമ കണ്ടോ? എങ്ങനെയാണ് ഈ സക്സസ് സെലിബ്രേറ്റ് ചെയ്തത്? ഞാൻ ആക്ച്വലി എഡിറ്റ് നടക്കുന്ന സമയത്ത് ഐ സ്റ്റേഡ് അവേ ഫ്രം വാച്ചിങ് ദ കട്ട് ബിക്കോസ് ഒരാൾക്ക് ഫ്രഷ് ഐസ് ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. അപ്പം ഒരു 3 hour കട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. ആൻഡ് അപ്പം അതിന് മ്യൂസിക് ഇല്ല, ഭയങ്കര റോ ആയിട്ടിരിക്കുന്ന റഫ് ആയിട്ടുള്ള. പക്ഷെ അപ്പം തന്നെ എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇട്ട എഫേർട്ട് ഭയങ്കരമായിട്ട് കാണാനുണ്ട്. ആൻഡ് ഐ എം എ വെരി ഇമോഷണൽ പേഴ്സൺ. അപ്പം ഞാനും നിമിഷും ഡൊമിനിക്കും പോയിട്ടാണ് ഇത് ഗ്രേഡ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണുന്നത്. അപ്പോൾ ഐ വാസ് ലൈക്ക് നമ്മളെല്ലാവരും ഇത് എന്തായി തീർന്നാലും no matter how the audience receives it, I just felt very proud of the effort that the team had put in. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ റിസപ്ഷൻ എങ്ങനെയായിരിക്കും എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണുന്നത് റിലീസിന് കുറച്ച് നാൾ മുമ്പ് ഒരു വേർഷനാണ്. പക്ഷെ അതിന് മ്യൂസിക് അപ്പോഴും ആയിട്ടില്ല. അപ്പോഴും ഒരു 2 and something hours കട്ട് കണ്ടപ്പോഴും ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ തിങ്ക് I'm still feeling proud of the team. Let's see what happens. അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. റിലീസായി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ തിങ്ക് റിലീസിൻ്റെ അന്നാണ് ഞാൻ ഫുൾ വേർഷൻ തിയേറ്ററിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് ടീമിൻ്റെ കൂടെയും എൻ്റെ ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് നോ ഐഡിയ ദാറ്റ് പീപ്പിൾ വുഡ് എംബ്രേസ് ഇറ്റ് സോ മച്ച്. അപ്പോൾ ദാറ്റ് വാസ് എ ബോണസ്. കാരണം ഞാനൊരു ആക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ഔട്ട്കം നമ്മളുടെ കയ്യിലല്ല എന്നുള്ളത്. പല സിനിമകളിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇതിൽ ഒത്തിരി പ്രതീക്ഷ അർപ്പിക്കും. പക്ഷേ റിലീസായി കഴിയുമ്പോൾ ഇറ്റ് മേ ജസ്റ്റ് നോട്ട് വർക്ക്. അപ്പം നമ്മൾ ആ പ്രോസസ്സിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തിയാൽ അതാണ് എൻ്റെ റിവാർഡ് യൂഷ്വലി. അപ്പോൾ ഔട്ട്കമ്മിൽ ഫോക്കസ് ചെയ്താൽ നമ്മളുടെ കൺട്രോളിലല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൂഡ് ഭയങ്കര ഫ്ലക്ച്വേറ്റ് ആവും എന്ന് അറിയാവുന്ന കാരണം ഐ ഓൾവേസ് ഫോക്കസ് ഓൺ ദ പ്രോസസ്. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ ബീൻ പാർട്ട് ഓഫ് എ പ്രോജക്ട് ദാറ്റ് വാസ് എംബ്രേസ്ഡ് വിത്ത് സോ മച്ച് ലവ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആസ് എൻ ആക്ടർ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഫിലിംസിന് കിട്ടാത്തൊരു റിസപ്ഷനാണ് ബിഹൈൻഡ് ദ സീൻസിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫിലിമിന് കിട്ടിയത്. So I just felt like our positive energy on set somehow translated and people loved the film and embraced it with as much love as we had put into it. But it was a very gratifying experience. പിന്നെ ഐ തിങ്ക് ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കും, ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു ആഴ്ച വി ആർ നോട്ട് ഏബിൾ ടു എന്താ പ്രോസസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഇത് നമ്മളുടെ സിനിമയെ പറ്റി തന്നെയാണോ പറയുന്നത്, ലൈക്ക് ഡു പീപ്പിൾ റിയലി ലൈക്ക് ഇറ്റ്, ഹാവ് വി റിയലി മേഡ് സം. അപ്പോഴും റിലീസിൻ്റെ അന്ന് രാവിലെ പോലും I remember we had this conversation. We know we've not made a perfect film. ഇതിൽ ഫ്ലോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ട്. പക്ഷേ ആ ഫ്ലോസിനെയും ഓവർലുക്ക് ചെയ്തിട്ട് ഒരു ജനറസ് ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ആയിരുന്നു ഓഡിയൻസ് തന്നത്. അപ്പോൾ വി ആർ സ്റ്റിൽ അവെയർ ദാറ്റ് ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് ഫിലിം, ബട്ട്
എനിക്ക് തോന്നുന്നു നീലി എന്നുള്ളൊരു ക്യാരക്ടർ ഇത്രയും ഹോൾഡ് ഉള്ള ഒരു ക്യാരക്ടറാണ് മലയാളി പോപ്പുലർ കൾച്ചർ ഇമാജിനേഷനിൽ. അപ്പോൾ 5 വർഷം നമ്മൾ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്തപ്പോൾ ഷീ ജസ്റ്റ് ബിക്കെയിം ചന്ദ്ര ടു അസ്. അപ്പോൾ ആദ്യത്തെ ഒരു ത്രിൽ ഉണ്ടല്ലോ കള്ളിയങ്കാട്ട് നീലിന്ന് കണക്ട് ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞിട്ട് ഷീ ബിക്കെയിം ചന്ദ്ര ടു അസ്. സോ വി ലോസ്റ്റ് ട്രാക്ക് ഓഫ് മേ ബി ദ ഫാക്ട് ദാറ്റ് ഷീ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ദ മലയാളി കൾച്ചർ. അപ്പോൾ അതും കൂടെ കാരണമാണെന്ന് തോന്നുന്നു ആൾക്കാർ ഇത്രയും എംബ്രേസ് ചെയ്തത്. നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് കണ്ടു വളർന്ന ഒരു ക്യാരക്ടറിനെ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ പീപ്പിൾ embraced it, and that was just like a cherry on top of the cake for us. നമുക്ക് ഇനി 5 മിനിറ്റ് കൂടി ഉള്ളൂ. എനിക്ക് ചോദിച്ചറിയാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സിനിമാ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കൂടി എനിക്കറിയാൻ ആകാംക്ഷയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എനിവേ ഒരു ചോദ്യം വളരെ ക്രൂഷ്യലാണ്. അത് നിങ്ങളിൽ ആരെങ്കിലും ചോദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇനി ഓഡിയൻസിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ. ഊഹിച്ച ചോദ്യം സെക്കൻഡ് ചാപ്റ്റർ ആണോ? അത് ഓൾറെഡി ഒരു ചോദ്യമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സ് നീലി, ചാത്തൻ, ഒടിയൻ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോക്ക് ലോസ് ആണല്ലോ. ഇത് എങ്ങനെ വന്നു, എങ്ങനെ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് ഓൾറെഡി സംസാരിച്ചു. എന്നിരുന്നാലും ഇതെല്ലാം തമ്മിൽ ഓൾറെഡി ഒരു ക്രോസ് ഓവർ ഉണ്ട്. ബിക്കോസ് ഒരു ഫ്രാഞ്ചൈസ് മൂവിയാണ്, ഒരു യൂണിവേഴ്സാണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞ ടൈമിൽ ഈ ഹോൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഫോക്ക് ലോസ് എന്ന് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്, ഇതുകൊണ്ടും തീരുന്നില്ല. ഐ മീൻ ഇതുവരെ ലോക ടീം റിവീൽ ചെയ്തത് മാത്രമാണ്, ഇനി റിവീൽ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രോസ് ഓവറിനെ വെച്ചപ്പോൾ എങ്ങനെയാണ് പിക്ക് ചെയ്തത് ഈ ഫോക്ക് ലോസിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിൽ നിന്ന് ഇതിങ്ങനെ കണക്ഷൻ വരാം, ഇങ്ങനെ കൊടുക്കാം എന്നുള്ളതൊക്കെ? ഇപ്പം ഇരിക്കുന്നതെല്ലാം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമേ ഇപ്പൊ പിക്ക് ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ നീലിയാണെങ്കിലും യക്ഷി എന്ന് പറയുന്ന ഇതാണെങ്കിലും ചാത്തനയാണെങ്കിലും ഒടിയനാണെങ്കിലും ഇറ്റ്സ് വെരി ഫെമിലിയർ, എല്ലാവർക്കും അറിയാവുന്ന ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. അതാണ് ഇപ്പൊ പിക്ക് ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രസന്റ് ചെയ്യാത്തത് ആണ് നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്ലിംസ് വെച്ച് കാണിച്ചു പോയിട്ടുള്ളത്. അതെന്താന്നുള്ളത് അടുത്ത എങ്ങനെ ഇത് പിക്ക് ചെയ്ത് ഇന്ന ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാം എന്നൊരു ചിന്ത എവിടെ നിന്ന് വന്നു? എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സിനെ അല്ല, അത് ഈ റീഡിങ്ങിലൂടെയാണ്. ഞങ്ങൾ ഈ പ്രെപ്പിന്റെ സമയത്തും ഇതിന്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 years ഇതിന്റെ ഒരു കൂടെ ട്രാവൽ ചെയ്യുക. ആ ഡിസ്കഷനിൽ ഇങ്ങനെ വന്ന് ഇവോൾവ് ആയി വന്നതാണ്. ഒന്നും ഡെലിബറേറ്റ്ലി നമ്മൾ, അതാണ് വേറൊരു നേരത്തെ പറയാനുള്ളൂ, ഒന്നും ഡെലിബറേറ്റ് ആയിട്ട് ഇങ്ങനെ വരുത്താൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയോ ഓർഗാനിക് ആയിട്ട് വന്നതാണ് എല്ലാം ഇതുവരെ ഉള്ളത്. ചാപ്റ്റർ 2 എനിക്ക് പറഞ്ഞൂടാ. എഴുത്തിലേക്ക് ഇരുന്നോ? എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, സ്ക്രീൻ പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പലരുടെയും അതൊന്നും ക്ലിയർ ചെയ്തേക്കാം. പലരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഇത് 5 എഴുതി തീർത്ത് വെച്ചിരിക്കുകയാണ്. അല്ല, ഇത് ആകെ 1 എഴുതിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം തിരക്കഥകൾ എഴുതാനുണ്ട്. കഥയും എന്താണ്, ഇത് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ള വ്യക്തത മാത്രമേ. അല്ല, ചാപ്റ്റർ 2 എഴുത്ത് തുടങ്ങി. ചാപ്റ്റർ 2 അതൊരു വാർത്തയാണ്. ഹലോ, അത് സന്തോഷകരവുമാണ്, ഇന്നത്തെ പുതിയ വിവരവുമാണ്, നമുക്കറിയാത്ത ഇതുവരെ കേൾക്കാത്തൊരു കാര്യവുമാണ്. ചോദ്യം മറ്റൊന്ന് ഒരു സന്തോഷം കൂടി പറയണം. ഈ സിനിമ 2 ഡയറക്ടറും കോ ഡയറക്ടറും ഒക്കെ ഇരിക്കുമ്പോൾ ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ് ഞാൻ. അതിനുള്ള നന്ദി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വാക്കുകളിലൂടെ പറയാൻ പറ്റുന്നതല്ല, എങ്കിൽ പോലും അത് പ്രകടിപ്പിക്കുന്നു രണ്ടുപേരോടും. അതുപോലെ കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അനുരുദ്ധിനോടുള്ള ആ കടപ്പാടും പറയുന്നു. എനിക്ക് 2 ചോദ്യമുള്ളത്. ഒന്ന്, സിനിമ ഞാൻ അഭിനയിച്ച ഭാഗം നമ്മുടെ അതിരപ്പള്ളി കാട്ടിലാണ്. അത് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ആന വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം അതിൽ ഒന്ന്, വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് വളരെ ശാന്തനായിട്ട്, ഏറ്റവും ശാന്തനായിട്ട് ആ സെറ്റിൽ ഞാൻ കണ്ടത് ഡൊമിനിക്കിനെ കണ്ടത്. അപ്പം ഞാൻ പല സിനിമകളിലും കുട്ടിക്കാലം മുതലൊക്കെ സിനിമയും നാടകത്തിലൊക്കെ അഭിനയിച്ച് വന്നതുകൊണ്ട് ചില സംവിധായകരൊക്കെ എന്ന് പറഞ്ഞാൽ ഗർജിക്കുന്ന സിംഹങ്ങളാണ്, ആനങ്ങിയാൽ ബഹളമാണ്. പോരെങ്കിൽ ഒരു കാട് കൂടിയാണ്, ഗർജിക്കുകയും ചെയ്യാം. പക്ഷേ വളരെ ശാന്തനായി ഇരുന്നു എന്നുള്ളത് ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞ പല ക്രൂവിലും പറയുകയും ചെയ്തു. ചിലർ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് നടുങ്ങും. പക്ഷെ വളരെ സിമ്പിളായി ഇത്രയും വലിയൊരു പടത്തിൽ ഇരിക്കാൻ കഴിഞ്ഞ എങ്ങനെയാണെന്നുള്ളത് ഒരു ചോദ്യം. അതിന് ഞാൻ വളരെയേറെ നന്ദി പറയുന്നു. പുതിയ ഒരുപാട് ആളുകളും പഴയ സംവിധായകരും ഒക്കെ കാണേണ്ട ഒരു എന്നാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് ക്രൂവിൽ പലരും നിൽക്കുമ്പോൾ പല പതർച്ച ഉണ്ടാവും. ആ പതർച്ചയെ മാറ്റി തീർത്ത് അവരെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഡയറക്ടർ, ആ ഒരു ശാന്തത വളരെ കൃത്യമായി ഉണ്ടായിരുന്നതിനുള്ള നന്ദി കടപ്പാടും രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ചോദ്യം. ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ ഒരു നാഴികക്കല്ലാണ് ഇതുപോലത്തെ ഒരു സിനിമയിൽ. ആ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ ആരാധിക്കുന്ന പത്മനാഭൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണവും കൂടി ഈ സിനിമയായിട്ടൊക്കെ ചേർത്ത് വെച്ചു.
പല സിനിമകൾ ഇതുപോലുള്ള മിത്തിക്കലായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇതുപോലെ സാങ്കല്പിക കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ പൗരാണിക ചരിത്രം മുതലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് ഊഹാപോഹങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിൽക്കണം. ഇത് കഴിഞ്ഞപ്പോൾ, ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും സൈഡിൽ നിന്ന് ചർച്ച നടക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് നടക്കുമ്പോഴോ ഇപ്പോഴോ ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം കൂടി ഇരിക്കുന്നത്. 2 ചോദ്യങ്ങളാണ്. എൻ്റെ ചോദ്യം അവസാനിപ്പിക്കുന്നു. ഈ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരവ് എനിക്ക് അതാ എന്താന്ന് അറിഞ്ഞൂടാ. ഞാൻ ബേസിക് നേച്ചർ ആയിരിക്കും. അധികം ബഹളം ഉണ്ടാക്കുന്ന ഒരാളല്ല ഞാൻ. അത് ചേട്ടനും അറിയാലോ. ഞാൻ അങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന ആളല്ല. എങ്ങനെയൊക്കെ പോയാലും ഒരു സെറ്റിൽ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു സ്പീഡുണ്ട്. ആ സ്പീഡിലേ അത് നടക്കത്തുള്ളൂ. നമ്മൾ കിടന്ന് ഒച്ചയെടുത്തിട്ടോ ബഹളം ഉണ്ടാക്കിയിട്ടോ തെറി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ആരെയും ചീത്ത പോലും പറഞ്ഞിട്ടില്ല നമ്മുടെ സെറ്റിൽ. എനിക്കത് ഇഷ്ടമല്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സെറ്റ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കണം. നമ്മളാണ് അതിൻ്റെ ഡയറക്ടർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ടീമിനെ ഹെഡ് ചെയ്യുന്ന ആൾ കാമായിട്ടിരുന്നാലാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ആ ടീമിന് മൊത്തം കാമായിട്ടും അവരുടെ 100% പ്രൊഡക്റ്റീവായിട്ടും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരോടും ചീത്ത പറയാറ് പോലുമില്ല. എന്താ അത് അത്രേ ചോദിക്കാറുള്ളൂ. അതാണ് എൻ്റെ ദേഷ്യം. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമ, ഈ ചേട്ടൻ ഇത്ര നല്ല പാവമാണ്, ചേട്ടൻ ആരും ചീത്ത പറയാറില്ല, ചേട്ടന് വേണ്ടി നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ചെയ്യണമെന്നുള്ളൊരു പാഷനും അതിനുള്ളൊരു കമ്മിറ്റ്മെൻറ്റും ഫുൾ ടീം. അതായത് ചില ദിവസങ്ങളിൽ 120 ക്രൂ മെമ്പേഴ്സ് ആണെങ്കിൽ ചില ദിവസം 300 പേരുണ്ടായിരുന്നു. ഈവൻ ചായ കൊണ്ടുവന്നിരുന്ന പ്രൊഡക്ഷനിലെ ചേട്ടൻ വരെ. ഞാൻ പറയുന്നത് ടോട്ടലി ഒരേ ഒരു സിനിമ നന്നാവണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് നമ്മുടെ സിനിമ അപ്രോച്ച് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അതിൻ്റെതായിരിക്കാം. അപ്പം ബേസിക് നേച്ചറാണ് ഈ ശാന്തത. ഈ രണ്ടാമത്തെ ചോദ്യം ഇല്ല, അങ്ങനെ ആരും പേടിപ്പിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു. ഇത് ആദ്യമായിട്ട് അങ്ങനത്തെ യക്ഷി പിടിക്കും. അതെ, യക്ഷി പിടിക്കല്ല. പിന്നെയും എനിക്ക് തോന്നുന്നു ചാത്തനുമായിട്ടുള്ള പരിപാടി വരുന്നതിന് മുമ്പേ ആയിരിക്കാം ഈ സാധനങ്ങൾ വരാൻ തുടങ്ങാൻ പോകുന്നത്. അത് ഞാൻ ഇത് ആയിട്ടില്ല, എത്തിയിട്ടില്ല. യക്ഷിപ്പടങ്ങൾ കുറെ വന്നിട്ടുണ്ടല്ലോ, അതിനത്ര പ്രശ്നമില്ല. പ്രശ്നമില്ല, കുഴപ്പമില്ല. ഹായ്, ഓൾറെഡി നമ്മളിപ്പോ ചന്ദ്രയുടെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഒരു സ്റ്റീരിയോടിപ്പിക്കൽ യക്ഷിയിൽ നിന്ന് മാറി ഒരു മോഡേണൈസ്ഡ് വേർഷൻ ഓഫ് യക്ഷി. അപ്പം അതിൽ ഒട്ടും തന്നെ നമുക്ക് കുറച്ച് കാണാൻ പറ്റാത്തതാണ് ഒരു ഡെവലപ്മെന്റ് ഓഫ് ചാത്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് ബ്രഹ്മയുഗത്തിലെ ഒരു ചാത്തന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. വാസ് ഇറ്റ് ചലഞ്ചിങ് ടു മേക്ക് ചാത്തനെ ഒരു ഭയങ്കര പോസിറ്റീവ് ഒരു കോമിക് ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്നത്? ഈ ചാത്തൻ എന്ന് പറയുന്ന ക്യാരക്ടറെ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ബ്രഹ്മയുഗം മാത്രമല്ലല്ലോ ഉള്ളത്. ബ്രഹ്മയുഗം വാസ് ദ ലേറ്റസ്റ്റ്. നമ്മൾ ആദ്യം ഏറ്റവും അടുത്ത് കണ്ടതാണ് ബ്രഹ്മയുഗത്തിലെ ചാത്തൻ. അതിനു മുന്നേ നമ്മൾ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി കണ്ടിട്ടുണ്ട്. അതിനു മുന്നേ നമ്മൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് എനിക്ക് ഇനിഷ്യലി ഒരു ഫൺ ചാത്തൻ എന്നുള്ളൊരു വേർഷൻ. പിന്നെ 390 എണ്ണം ബാക്കിയുള്ളതുകൊണ്ട് എല്ലാം കാണാൻ പറ്റും. കുറച്ച് ലോകയില് മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ റെഫറൻസ് ഉണ്ടല്ലോ. സീലിംഗിലൂടെ നടക്കുന്ന ചാത്തനെ നമ്മൾ കാണുന്നുണ്ട്. അത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ തന്നെ ആയിരിക്കുമല്ലോ. ഈവൻ ടോബി ഒരു വിസിലടിക്കുന്നുണ്ട്. കുട്ടിച്ചാത്തന്റെ പാട്ട് വിസിലടിക്കുന്നുണ്ട്. ഡൊമിനിക്, പേഴ്സണലി ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം കോളേജിന് ശേഷം 19 വർഷത്തിന് ശേഷം ഇന്നാണ് നമ്മൾ നേരിട്ട് പ്രായം എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ. സോ സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നത് തന്നെ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇത്ര നാളുകൾക്ക് ശേഷം ഒന്ന് കാണുമ്പോൾ തിരിച്ചറിയൂ എന്നുള്ളത്. പക്ഷേ ആ കാണിച്ച സ്നേഹം അന്ന് എങ്ങനെയായിരുന്നു നീ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. സോ ആ ഒരു ക്യാരക്ടർ, ഒരുപാട് സന്തോഷം. ആ ഒരു ക്യാരക്ടർ വീണ്ടും മുന്നോട്ട് പോട്ടെ, അതേപോലെ വെക്കട്ടെ. എൻ്റെ ചോദ്യം ഇതല്ല, സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ല. കാരണം കോളേജിൽ കഴിഞ്ഞ് ഇത്രയും നല്ലൊരു ജോലി ഉണ്ടായിട്ട് എംഎൻസിൽ ജോലിയും കളഞ്ഞിട്ട് ഇതേപോലൊരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ, പ്രത്യേകിച്ച് ജയിക്കുമോ അല്ലെങ്കിൽ വിജയിക്കുമോ ഇല്ലയോ ഉറപ്പില്ലാത്തൊരു ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള ഒരു കാരണം, പ്ലസ് അതുപോലെ തന്നെ ആ ഒരു ഡിസിഷൻ ഫാമിലീനെ എങ്ങനെ ബോധ്യപ്പെടുത്തി, അതേപോലെ ആ ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പ് കുറേ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവല്ലോ, അതും ഫാമിലി ഫ്രണ്ട്സ് കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തു? അല്ല, അത് സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ഈ കഴിഞ്ഞ 8 ഇയേഴ്സിൻ്റെ ഒരു വെയിറ്റിംഗ് അങ്ങനെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, അല്ലാതെ നടക്കില്ല. ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് കഥ പറയാൻ ഇഷ്ടമാണ് എന്നുള്ളത് ഞാനൊരു പോയിന്റ് ഓഫ് ടൈമിൽ, അതായത് സ്കൂൾ കഴിഞ്ഞപ്പോൾ തൊട്ടേ കഥ പറച്ചിൽ
ഇഷ്ടമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോകണം എന്ന് അന്ന് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് സെറ്റപ്പിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മളെ പ്രൊഫഷണൽ ഡിഗ്രിയിലേക്കാണല്ലോ ആദ്യമേ തള്ളിവിടുന്നത്. അപ്പോൾ അത് വിട്ടതിന് ശേഷവും നമ്മൾ സിനിമ എന്ന് പറഞ്ഞൊരു ബഗ് കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ഇറങ്ങി പോകത്തില്ല. അത് കുറച്ച് നേരം നമ്മളെ അത് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് എന്താണെങ്കിലും ഒന്ന് ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ജോലി ആ സമയത്ത് റിസൈൻ ചെയ്തത്. ഞാൻ ആരോട് പറഞ്ഞൊന്നുമില്ല, ജോലി റിസൈൻ ചെയ്ത് പോകുന്നു. പിന്നെ വരുന്നവർക്ക് വെച്ച് നോക്കാമെന്ന് വെച്ച് ഡീൽ ചെയ്തത്. I'm Santosh. I'm Manorama's മൈക്ക് journalist. ചേർത്ത് പിടിച്ച് സംസാരിക്കും. I'm Manorama's journalism student. So I just want to congratulate that you have taken mythology, which is always challenging to adapt into Indian cinema, which so many directors have tried that, and the success ratio has been very low. And you have taken that into a female-centric movie also. You have placed female as a protagonist in a mythology movie, which is both challenging, and you have done, and you have succeeded that. For congratulations for that. And next, my question is, so in Indian cinema, every director has a pressure for their sequel. Part 1 is way easier to do that, Yeah. but taking that expectation to part 2, so what is your plan for that, and are you in a pressure to succeed next part, or what is your plan? There is always this what do you say, added pressure of doing the sequel. Like you said, once the മലയാളത്തിൽ പറഞ്ഞ ഇംഗ്ലീഷ് പറയണം അത്. So once when you're starting off a franchise and the first film is successful, or if it's not successful, you are responsible for the next chapters to be equally good. So there is a pressure. I won't deny that there is a pressure, because this was not a response that any of us were expecting. Like we were almost sure that we have done a decent job with the film. We have a good film, but it's, I think on December 4th we'll complete 100 days theatrical run, which is a big thing in today's times. So it is not something that we expected, and we're really happy, and we're humbled, and we're very proud of that achievement. And I know that the whole team knows that this is an added pressure when it comes to the second film. But I think we should just stick to the basics on starting working on the screenplay. Just try to keep it as simple as we did for the first part, and not think about, like Shanti said, if you think about the outcome, that's going to affect your the creative process a lot. So let's think about the outcome later. Let's just start working on the screenplay, because if the writing is set, I think a lot of things are set, become set. So right now we're just focusing. Yes, there is a lot of, even if when I walk through a mall, I get at least 3 or 4 people coming in asking me when is chapter 2. So that all of these are pressures, but I just keep it simple for now, not thinking too much about how it's going to do, but let's try to make a good film. That's what we're thinking right now. Yeah. Hey, Dominic, one last question, I guess. I saw, I mean, even your previous movie, all your movies are in par with Hollywood movies. So, and the question is, like, when you're doing chapter 2, would you be even considering the international audience? Because this is one such movie where you can actually bring, of course, OTT, Malayalam films international, famous, but then this is one such option where you can have international release as such. Of course, it's a pan-Indian hit. So my question is, will you be considering international audience as well in your next chapter? Or maybe there's a new thought. അല്ല, the thing is, നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ തന്നെ ഇത് ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയിട്ട് പോലും അല്ല നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്തത്. നമ്മൾ ഒരു മലയാള സിനിമ, നമ്മൾ മലയാളത്തിലെ ഐതിഹ്യത്തിൽ നിന്നും മിത്തുകളിൽ നിന്നും ഫോക്ലോറിൽ നിന്നും എടുത്ത സാധനങ്ങൾ. അപ്പം നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇതും മലയാളികൾക്കേ കണക്റ്റ് ആവുള്ളൂ എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ധാരണ ഈ സിനിമ വരുമ്പോൾ. പക്ഷെ ഒരു ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് റെസ്പോൺസ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് കോർ ഇമോഷൻ എല്ലാവർക്കും വർക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കണക്ട് ആയത്. പക്ഷെ നോട്ട് നെസസറിലി എല്ലാവർക്കും കല്യാൺകടനിയിൽ ആരാന്ന് ഇപ്പം ഹിന്ദി ഓഡിയൻസിനോ തെലുങ്ക് ഓഡിയൻസിനോ ഇതൊന്നും അറിയില്ല. അപ്പം പ്രൈമറിലി ഐ ഫീൽ വി ഷുഡ് മേക്ക് ദ ഫിലിം ഫോർ ആർ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ ചെയ്യേണ്ടത്. അത് ട്രാവൽ ചെയ്താൽ അത്രയും നല്ലത് എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പം അങ്ങനെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണം. ഞാനിപ്പോഴും ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോലും അങ്ങനെ, ബിക്കോസ് ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു മെട്രോ സിറ്റിയിലായതുകൊണ്ടാണ് സാൻഡിയെ പോലെയും
അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്നത്. അങ്ങനെ വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ വേറെ അങ്ങനെ വലിയ ചിന്തകളിലേക്ക് ഇപ്പം പോയിട്ടില്ല. അതൊക്കെ വേണോ എന്ന് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു, സമയം കഴിഞ്ഞു. ആ, ഒരു കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താണ് നമ്മുടെ ഈ ചർച്ച പോയത്. സിനിമയിൽ ക്യൂരിയസ് ആയിട്ടുള്ള അങ്ങനെ സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവരുടെ അനുഭവങ്ങൾ ഉപകാരപ്പെടട്ടെ എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അസാമാന്യമായ പ്രതിഭ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയമാണ് ഇവരുടേത്, ഒരു സംശയവുമില്ല. അത് ഇവരുടെ വാക്കുകളിൽ ആദ്യം മുതൽ നമുക്ക് കാണാൻ കഴിയും. ഇനിയും കൂടുതൽ കൂടുതൽ വിജയങ്ങൾ, ഈ ബെഞ്ച് മാർക്ക് ലോക ചാപ്റ്റർ 2 തകർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി Thank you. അങ്ങനെ ആവട്ടെ. താങ്ക് യു എവരിവൺ.